മുണ്ടശ്ശേരി മാഷ് തറക്കല്ലിട്ട കലാലയം. സംസ്ഥാന വ്യവസായ മന്ത്രി അടക്കം പഠിച്ചിറങ്ങിയ കലാലയം. കളമശ്ശേരി പോളിടെക്നിക്കിലെ പൂർവ്വകാല പ്രഭയിലാകെ കഞ്ചാവിന്റെ കറുപ്പ് പടർത്തിയ പുതിയ തലമുറയിൽ യുവജന സംഘടനകളുടെ ഭാവി വാഗ്ദാനങ്ങൾ ഏറെയുണ്ട്. ആ റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത് ഇങ്ങനെയാണ്. അതിന്റെ പാരഗ്രാഫുകളിൽ ഒന്നിൽ നമുക്ക് വായിക്കാൻ കഴിയും. കഞ്ചാവ് സൂക്ഷിച്ചു വെച്ച് വിൽപ്പന നടത്തുന്നു എന്ന രഹസ്യ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അവിടെ ചെന്ന് പരിശോധന നടത്തുന്നത് എന്ന്. ക്യാമ്പസിനുള്ളിൽ പെരിയാർ മെൻസ് ഹോസ്റ്റലിലെ G11 റൂമിൽ പ്രതി വിൽപ്പനയ്ക്കും ഉപയോഗത്തിനുമായി സൂക്ഷിച്ചിരുന്നതായി രാത്രി രഹസ്യ വിവരം കിട്ടിയെന്ന്. സംസ്ഥാനത്തൊരു കോളേജ് ക്യാമ്പസിൽ കയ്യിൽ വെക്കാൻ പാടില്ലാത്ത ലഹരി പദാർത്ഥം കിലോ കണക്കിന് എത്തുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്തു റിസ്ക് എടുത്തും അത് വിൽക്കാനും എന്തു റിസ്ക് എടുത്തും അത് വാങ്ങാനും ആ ക്യാമ്പസിൽ ആളുകൾ, കുട്ടികൾ, നമ്മുടെ കുട്ടികളുണ്ട് എന്നാണ്. പഠിക്കാനും വായിക്കാനും വളരാനും വളമാകുന്ന പുസ്തകങ്ങൾക്ക് പകരം കഞ്ചാവും അത് തൂക്കി വിൽക്കാൻ ത്രാസും കള്ളും കുപ്പിയും അളവുപാത്രവും കരുതിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഇക്കണ്ട പേക്കൂത്തുകൾക്ക് മറുത്തു പറയാൻ അവിടെ ഒരാളും മുതിരില്ല എന്ന ആത്മവിശ്വാസമുണ്ട് എന്നാണ്. അതിന് കുടപിടിക്കാൻ സംഘടനാബലമുണ്ടെന്നാണ്. ഇക്കണ്ടതൊക്കെ വലിച്ചും പുകച്ചും കയറ്റിയാണ് പഠിക്കാനും ജീവിക്കാനും എത്തുന്ന കുഞ്ഞുങ്ങളുടെ പ്രാണനെടുത്തും കുത്തി നോവിച്ചും കരയിച്ചും കുതിര കയറുന്നത് എന്നാണ്. ക്യാമ്പസാണ് കഞ്ചാവ് കൃഷിക്കുള്ളതല്ല എന്നുള്ളത് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തി കൊടുക്കണം. സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ അഡ്വക്കേറ്റ് അബിൻ വർക്കി, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ശ്രീ PS സഞ്ജീവ്, SFIയുടെ സംസ്ഥാന സെക്രട്ടറി, ശ്രീ സുരേഷ് സുബ്രഹ്മണ്യം, കളമശ്ശേരി കോളേജിന്റെ PTA വൈസ് പ്രസിഡന്റ്, ശ്രീമതി മുഹ്സിന ഷാജി, മനഃശാസ്ത്ര വിദഗ്ധ എന്നിവരാണ്. ശ്രീ PS സഞ്ജീവ്, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? ശ്രീ PS സഞ്ജീവ്, സംസ്ഥാനത്ത് ഒരു ക്യാമ്പസിൽ നേരത്തെ റിമാൻഡ് റിപ്പോർട്ടിൽ വായിച്ച് കേൾപ്പിച്ചതുപോലെ വിൽക്കാൻ കണക്കിന്, കിലോ കണക്കിന് കഞ്ചാവ് എത്തുന്നു. അത് സൂക്ഷിച്ചു വെക്കാൻ ഹോസ്റ്റൽ മുറിയിൽ ഇടം കിട്ടുന്നു. അത് തൂക്കി വിൽക്കാൻ ത്രാസടക്കമുള്ള ഉപകരണങ്ങൾ സൂക്ഷിക്കാൻ കഴിയുന്നു. കള്ളുകുപ്പികൾ ആവശ്യത്തിന്, അത് അളന്നു കുടിക്കാൻ അളവ് പാത്രങ്ങൾ, ഇതൊക്കെ സൂക്ഷിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ എങ്ങനെയാണ് ഇതിപ്പോൾ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയാൻ കഴിയുമോ? അതോ സംസ്ഥാനത്തെ ക്യാമ്പസുകളിലെ ഹോസ്റ്റലുകളിൽ വ്യാപക പരിശോധന നടത്തിയാൽ ഇതിനപ്പുറത്ത് ലഹരി കണക്ക് കണ്ടു ഞെട്ടേണ്ടി വരുമോ? അല്ല, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് സംസ്ഥാനത്തെമ്പാടും വിവിധ ക്യാമ്പസുകളിൽ ഇതുപോലെ സ്ക്വാഡുകളുടെ പരിശോധന ഉണ്ടായിരുന്നു, മിന്നൽ പരിശോധന ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇരിക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇന്ന് രാവിലെ സ്ക്വാഡുകളുടെ പരിശോധന ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സംസ്ഥാന വ്യാപകമായി ഈ പരിശോധന ഉണ്ടായിട്ടുണ്ട്. ഇത് നേരത്തെ നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചകളിലായി ചർച്ച ചെയ്ത് വരുന്ന ഒരു വലിയ ആൻറ്റി ഡ്രഗ് ഡ്രൈവിനെതിരെ, ആ ഡ്രൈവിന് ഭാഗമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇത് നടന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിവിടെ അവതരിപ്പിച്ചതുപോലെ തന്നെ ആ കേസിൻ്റെ FIR കണ്ടൻറ്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി തുടങ്ങിയ അവരുടെ പരിശോധന, ആ പരിശോധനയ്ക്കൊടുവിൽ 1 കിലോ 1.909 കിലോഗ്രാം കഞ്ചാവ് പിടിക്കപ്പെട്ടു. ഇതാണ് കണക്ക്. ഇതിൽ കുട്ടിയുടെ പേര് പറഞ്ഞിട്ടുള്ളത് ആകാശ് M. ഇതാണ് ഒരു FIR. മറ്റൊരു FIR കൂടിയുണ്ട്. അങ്ങനെ 2 FIR ആണ് ഇതുമായി ബന്ധപ്പെട്ട് ഫയൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിത് ആവർത്തിച്ച് പറയുന്ന ഒരു വിഷയമാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഗുരുതരമായ പ്രശ്നം എന്ന നിലയിൽ തന്നെ ഞങ്ങൾ ഇതിനെ കാണുന്നു. ഈ വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇത് എല്ലാ തരത്തിലും കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് തുടച്ചു നീക്കപ്പെടേണ്ട ഒന്നാണെന്നും ഈ പ്രവണത നമ്മുടെ ക്യാമ്പസുകളിൽ പ്രത്യേകിച്ച് ഇത്തരം ലഹരി മയക്കുമരുന്ന് മാഫിയകൾ വേരുറക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തെ പുറകോട്ട് വലിക്കുന്നത്, ഒരു ആധുനിക സമൂഹത്തെ ഇല്ലാതാക്കുന്നതുമായിരിക്കും. അപ്പോൾ ഇതിൽ ഞങ്ങൾ രാവിലെ തൊട്ടേ കണ്ടിട്ടുള്ളൊരു കാഴ്ച, രാവിലെ 8 മണിക്ക് തുടങ്ങിയതാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ആ 8 മണി സമയത്ത് തന്നെ ഞാൻ ഉൾപ്പെടുന്ന ഞങ്ങളുടെ സംഘടനയുടെ പേര് ഒരു ഭാഗത്ത് പ്രത്യേകമായി സൂക്ഷിക്കാനുള്ള നിരന്തരമായിട്ടുള്ള ശ്രമം ഉണ്ടായി എന്നുള്ളതാണ്. അത് തീർച്ചയായും അതിൻ്റെ ഭാഗമായി നിങ്ങൾ ആരോപിച്ച ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയെ നിങ്ങൾ രാവിലെ തൊട്ട് ഒരു വലിയ സമയം വരെ ഇപ്പോഴും ആ വിദ്യാർത്ഥിയെ നിങ്ങൾ കുറിച്ചുകൊണ്ടിരിക്കുന്നു. അയാൾ നിങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞു, ഏത് വൈദ്യ പരിശോധനയ്ക്കും ഈ നിമിഷത്തിലും തയ്യാറാണ്, ഈ നിമിഷം വരെയും അത്തരത്തിലുള്ള ഒരു ലഹരി പദാർത്ഥവും ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ ഈ പറഞ്ഞ 2 കിലോക്ക് അടുത്തോളം വരുന്ന ഈ
കഞ്ചാവ് പിടിച്ച ആളുകളുടെ പശ്ചാത്തലത്തെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു, ഇതിൽ രാഷ്ട്രീയമുണ്ടോ? രാഷ്ട്രീയ ചർച്ച തുടങ്ങിയിട്ടത് നിങ്ങളാണ്, മാധ്യമങ്ങളാണ്. അതിന്റെ തുടർച്ച ഉണ്ടാക്കിയത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും മാധ്യമങ്ങൾ പക്വതയോടെ ഇടപെടണം, ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തരുത് എന്നൊക്കെ മാധ്യമ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. ശരി, അതൊക്കെ പറയാൻ ഒരു യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷന് സ്വാഭാവികമായും ധാർമ്മികമായും ഒക്കെ അവകാശമുണ്ട് എന്നുള്ളത് ബഹുമാനിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. ഇതിപ്പോ പക്ഷേ അങ്ങ് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അങ്ങ് പറയുന്നുണ്ട് 2 കിലോ കഞ്ചാവ് പിടിച്ച യൂത്ത് കോൺഗ്രസിന്റെ, ഒരു നിമിഷം, KSUവിന്റെ പ്രവർത്തകന്റെ പേര് പറയുന്നില്ല, വെറും 300 ഗ്രാം പിടിച്ച ഞങ്ങളുടെ പ്രവർത്തകന്റെ പേര് പറയുന്നുണ്ട്, അഭിരാജിനെ തള്ളിക്കളയുന്നുണ്ട്. അതിൽ ജാഗ്രത കുറവുണ്ടായെന്ന് PS സഞ്ജീവ് തന്നെ പറയുന്നുണ്ട്, അല്ലേ? അല്ല, അങ്ങനെയല്ല. അല്ല, അതിലേക്കാണ് ഞാൻ പറഞ്ഞത്. 300 ഗ്രാം അല്ല, അത് നിങ്ങൾ വസ്തുത വിട്ടുപോയിരുന്നു. 9 ഗ്രാം അയാളുടെ റൂമിൽ, അയാളുടെ പൊസഷനിലല്ല, അയാളുടെ കയ്യിലല്ല, അയാളുടെ പോക്കറ്റിലല്ല, അയാളുടെ റൂമിൽ നിന്ന് കിട്ടിയെന്നാണ് നിങ്ങൾ പറയുന്നത്. ആ റൂമിൽ നിന്ന് കിട്ടിയതുമായി ബന്ധപ്പെട്ടാണ് അയാളുടെ പേരിൽ ഇപ്പോൾ FIR ഫയൽ ചെയ്തിരിക്കുന്നത്. ആ ഫയൽ ചെയ്തതുമായി ബന്ധപ്പെട്ട് ആ വിദ്യാർത്ഥിക്ക് ജാമ്യം കിട്ടി ഉടനെ നേരെ എത്തുന്നത് ക്യാമ്പസിലാണ്. അയാൾ നിങ്ങളെ മുഴുവൻ പേരെയും വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഏത് പരിശോധനയ്ക്കും തയ്യാറാണ്, എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ഈ ചർച്ച തുടങ്ങി ആദ്യം വായിച്ചത് ആകാശിന്റെ റിമാൻഡ് റിപ്പോർട്ടാണ്. ആകാശ് നിങ്ങളുടെ പാർട്ടി പ്രവർത്തകനല്ലല്ലോ, അല്ലേ? ആകാശിന്റെ റിമാൻഡ് റിപ്പോർട്ടാണ് ഞാൻ ആദ്യം വായിച്ചത്. KSU പ്രവർത്തകനാണ്. അത് ചോദിക്കാൻ ഞാൻ അബിൻ വർക്കി അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഞാൻ അബിൻ വർക്കിയോട് അത് ചോദിക്കും. അങ്ങ് അത്ര മുൻധാരണ വെക്കേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ചർച്ച തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പൊസഷനിലല്ലാതെ അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്ന് 300 ഗ്രാം കഞ്ചാവ് കിട്ടി എന്ന് അങ്ങ് പറയുന്നു. 9 ഗ്രാം അദ്ദേഹത്തിന്റെ പൊസഷനിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ ആവർത്തിക്കുന്നു. 300 ജാഗ്രത കുറവ്. എന്താ ഞാൻ പറഞ്ഞു, ജാഗ്രത കുറവുണ്ടായിട്ട്. എന്താ ജാഗ്രത കുറവുണ്ടായത്? ആ റൂമിൽ നിന്ന്, അയാൾ താമസിക്കുന്ന റൂമിൽ നിന്ന് 9 ഗ്രാം കഞ്ചാവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാളുടെ അറിവ്, ആ കഞ്ചാവ് അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അയാൾക്ക് ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനകത്ത് ജാഗ്രത കുറവുണ്ടായിട്ടുള്ളൂ. അയാൾ SFIയുടെ ഭാഗമാണ്, തീർച്ചയായും ഞങ്ങൾ പരിശോധിക്കുക ചെയ്യും. ശ്രീ PS സഞ്ജീവ്, ആകാശ് KSUകാരനാണ് എന്നങ്ങ് പറയുന്നുണ്ടല്ലോ. ഞാൻ അഡ്വക്കേറ്റ് അബിൻ വർക്കിയോട് അത് ചോദിക്കുകയും ചെയ്യാം. ഞാൻ ഇതുവരെ പറഞ്ഞത് ഒരൊറ്റ നിമിഷം, ആരാ പറഞ്ഞതെന്നറിയോ? ഒരു നിമിഷം, ആരാ പറഞ്ഞതെന്നറിയോ? അല്ല, പറഞ്ഞത് ശരി, ഈ അഭിരാജ് നേരത്തെ പറഞ്ഞ ആദിൽ നിഷാൻ. ശരി, ഞാൻ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ തമ്മിൽ ഒരു ആശയവിനിമയത്തിലൊരു പ്രശ്നമുണ്ട്, സാങ്കേതിക പ്രശ്നമാണ്. എന്നിരുന്നാൽ പോലും ഞാനത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ശ്രീ PS സഞ്ജീവ് പറഞ്ഞിട്ടേ ഞാൻ അഡ്വക്കേറ്റ് അബിൻ വർക്കിയിലേക്ക് പോവുകയുള്ളൂ. ശ്രീ PS സഞ്ജീവ്, ഈ 1.909 കിലോഗ്രാം കഞ്ചാവ് ആകാശിന്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ ആകാശിന്റെ റൂമിൽ നിന്ന്, പൊസഷനിൽ നിന്നോ അല്ലാതെയോ പിടികൂടിയിട്ടുണ്ട്. ജാഗ്രത കുറവാണെന്ന് നിങ്ങൾ പറയുമോ? ഈ ആകാശ് എന്ന് പറയുന്ന വ്യക്തി ഇതിന്റെ പെഡ്ലറാണ്, ഡ്രഗ് പെഡ്ലറാണ്. ഇയാൾ ഇത് വിൽക്കുകയും ഇതിനെ വിതരണം ചെയ്യും, ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്ന ആളാണെന്ന് പോലീസ് തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ വാക്ക് അല്ല, അതാ പറഞ്ഞത്. എന്നാൽ നേരെ മറിച്ച് നിങ്ങൾ ഈ പറഞ്ഞ വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നു, അയാൾ ഏത് വൈദ്യ പരിശോധനയ്ക്കും തയ്യാറാണ്. അയാൾ ജീവിതത്തിൽ ഇത് ഉപയോഗിച്ചിട്ടില്ല, അയാൾ ഇത് വിൽപ്പനക്ക് നിൽക്കാറില്ല. അയാളുടെ ജാഗ്രത കുറവ് ഞാൻ സൂചിപ്പിച്ചത് എന്താണ്? SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായി ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന നിലയിൽ ഞാൻ പറയുന്നത് എന്താണ്? വ്യക്തിപരമായ സാക്ഷ്യപത്രം ആ കാര്യത്തിൽ അഭിരാജിന് കൊടുക്കാൻ തയ്യാറാണ്, അങ്ങയുടെ പാർട്ടിയും അത് കൊടുക്കാൻ തയ്യാറാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അങ്ങിലേക്ക് വരാം. അഡ്വക്കേറ്റ് അബിൻ വർക്കി, ഗ്രാം കണക്കിന് മാത്രം കഞ്ചാവ് കിട്ടിയ SFIക്കാരനെ കൂട്ടവേട്ട നടത്തുന്നു. മാധ്യമങ്ങൾ നിൽക്കുന്നു, പ്രതിപക്ഷം നിൽക്കുന്നു, മറ്റെല്ലാവരും നിൽക്കുന്നു. ആ പ്രസ്ഥാനത്തിന്റെ പേര് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി കാണിക്കാനുള്ള ജാഗ്രത കാണിക്കുന്നു, നിരന്തരം കാണിക്കുന്നു. അപ്പുറത്ത് 2 കിലോ കഞ്ചാവുമായി പിടികൂടിയ നിങ്ങളുടെ എന്ന് ആവർത്തിച്ച PS സഞ്ജീവ് പറയുന്നത് കേട്ടല്ലോ, അല്ലെ? നിങ്ങളുടെ പ്രവർത്തകൻ ആകാശ്, അദ്ദേഹത്തിന് പ്രിവിലേജ് കിട്ടുന്നു. ആ പ്രിവിലേജ് പ്രതിപക്ഷത്താണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണോ? അങ്ങനെ ഗ്രാം കണക്കിന് കഞ്ചാവ് മാത്രം പൊസഷനിൽ കണ്ടെത്തിയ ഒരാളെ ക്രൂശിക്കുമ്പോൾ ഇപ്പുറത്ത് രക്ഷപ്പെട്ടു പോകുന്നത് പ്രതിപക്ഷത്തിന്റെ ഭാഗമാണ് എന്ന പ്രിവിലേജ് പേറുന്ന ഒരാൾ എന്നതുകൊണ്ട് മാത്രമാണോ? അതായത് ഇപ്പോൾ ഏതാണ്ട് 18 മണിക്കൂറായി ഈ ആകാശ് എന്ന് പറഞ്ഞ് പിടിച്ച് റിമാൻഡിലായ ആ വ്യക്തിക്ക് KSUവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അവൻ്റെ ഒരു ചിത്രമോ, KSU നേതാക്കന്മാരുടെ ഒപ്പം നിൽക്കുന്ന ഒരു പടമോ, അവനൊരു പരിപാടിയിൽ പങ്കെടുക്കുന്ന പടമോ, കോൺഗ്രസിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന പടമോ, കോൺഗ്രസ് നേതാക്കന്മാരുമായി നിൽക്കുന്ന ചിത്രമോ
ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും CPM സൈബർ സേന ഇതിനോടകം പുറത്തു വിടില്ലേ മാധു? ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവരെന്നെ പൊട്ടന്മാരാണോ? ഇവിടെ വന്ന് ഒരു വായ്ത്താരി പോലെ ആകാശ് KSUക്കാരനാണ്, ആകാശ് KSUക്കാരനാണ് എന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അതൊക്കെ വിശ്വസിക്കാൻ പാകത്തിന് മണ്ടന്മാരാണോ കേരള ജനത എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഈ അഭിരാജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രവർത്തകൻ മാത്രമല്ലോ, നിങ്ങളുടെ നേതാവല്ലേ എന്ന് പറഞ്ഞാൽ കളമശ്ശേരി പോളിയിലെ യൂണിയനെ നയിക്കുന്ന എന്ന് പറഞ്ഞാൽ ചെയർമാനയുടെ ഒപ്പം തന്നെ ഏറ്റവും സുപ്രധാന പദവിയുള്ള ജനറൽ സെക്രട്ടറി പദവിയിലുള്ള വ്യക്തിയാണ് അഭിരാജ്. ഈ അഭിരാജ് എന്ന് പറയുന്ന വ്യക്തിയുടെ റൂമിൽ നിന്ന് വിൽപ്പനയ്ക്കും ഉപയോഗത്തിനുമായിട്ടാണ് പിടിച്ചത് എന്നാണ് സാക്ഷാൽ പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ പോലീസ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ ഉപയോഗത്തിന് മാത്രമല്ല വിൽപ്പനയ്ക്കുമായി എത്തിച്ചതാണ്. അതിനുവേണ്ട കവർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് പിടിച്ചു എന്നാണ് ഈ കളമശ്ശേരിയിലെ പോലീസ് തന്നെ പറയുന്നത്. ആ കളമശ്ശേരി പോലീസ് നിങ്ങളുടെ ആരോപണം, നിങ്ങളുടെ ഏരിയ പ്രസിഡന്റ് ഇന്ന് വന്ന് പറഞ്ഞത് ഈ അഭിരാജ് എന്ന് പറയുന്നയാൾ ഇതേവരെ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല, അയാൾക്ക് ഇതുമായി ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ ഭക്ഷണം കഴിക്കാൻ പുറത്തു പോയേക്കുമായിരുന്നു എന്നൊക്കെ നിങ്ങളുടെ ഏരിയ പ്രസിഡന്റ് വലിയ വീരവാദം മുഴക്കിയതിൻ്റെ പിന്നാലെ കളമശ്ശേരി AC വന്ന് പറഞ്ഞത് ഇതിൻ്റെ എല്ലാം വീഡിയോ അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. ഇനി SFI ശരി, SFIയുടെ വാദം ശരിവെക്കുവാണെങ്കിൽ SFI സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതാണ് ശരിയെങ്കിൽ എന്തിയെ SFI സംസ്ഥാന പ്രസിഡന്റ് SFIയുടെ നേതൃത്വത്തിൽ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മാർച്ച് വയ്ക്കാതെ? എന്തിയാ നിങ്ങളുടെ തണ്ടലിൽ അതിനുള്ള ബലയില്ലേ? അതെയോ പിണറായി വിജയനെ ഇങ്ങനെ ഓശാനിച്ച് നിൽക്കൽ മാത്രമാണോ നിങ്ങളുടെ പണി? അതായത് SFIക്കാരൻ ഇതിനകത്ത് പെട്ടു. കേരളത്തിലെ ക്യാമ്പസുകളിൽ ലഹരിയുടെ വ്യാപനം നടത്തുന്നത് SFI ആണ്. ഇതേ സമയത്ത് തന്നെ മഹാരാജാസ് ഹോസ്റ്റലിലും യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലും റെയ്ഡ് നടത്തിയാൽ SFIക്കാരൻ തന്നെ കുടുങ്ങും. ഏകാധിപത്യ ക്യാമ്പസുകൾ മാത്രമല്ല ഈ പറയുന്ന കലാലയങ്ങളിലെ ആദിത്യന്റെയും അഭിരാജിന്റെയും FIR അതിൽ പോലീസ് എഴുതി വെച്ചിരിക്കുന്നത് പ്രതികൾക്ക് മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട കഞ്ചാവ് കൈവശം വെക്കുന്നതിനും യാതൊരു അധികാരവും പത്രവും കൈവശമില്ലാതെ ഉപയോഗിച്ചതായി സർക്കാർ നിയമം മൂലം കൈവശം സൂക്ഷിക്കുന്നതും ഉപയോഗിക്കുന്നതും നിരോധിച്ചിട്ടുള്ളതുമായ മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട 9.7 ഗ്രാം കഞ്ചാവ് കവർ ഉൾപ്പെടെ പ്രതികൾ ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമായി തൃക്കാക്കര നോർത്ത് വില്ലേജ് ഞാലകംകരയിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നേരത്തെ പറഞ്ഞത് ഉപയോഗിച്ചിട്ടില്ല, പോലീസ് അങ്ങനെ കണ്ടെത്തിയത് ഈ പറയുന്ന ആകാശിന്റെ പേരിലാണ് എന്നൊക്കെയാണ് PS സഞ്ജീവിയുടെ പറയുകയും ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തകൻ എന്ന് ആവർത്തിച്ച് SFI പറയുന്ന ആളുടെ പേരിൽ അങ്ങ് നേരത്തെ പറഞ്ഞ ഈ സർക്കാരിന്റെ പോലീസ് എഴുതി വെച്ച അതേ കാര്യമാണ് എനിക്ക് ഈ FIR-ലും വായിക്കാൻ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, ആ ആകാശിനെ നിങ്ങൾ എടുക്കുവോ, ആകാശിനെ കൊലക്കുറ്റം സാക്ഷ്യപ്പെടുത്തുവോ, അയാളെ കൊണ്ട് ശിക്ഷിക്കുവോ? ഇനി അയാൾക്ക് കോൺഗ്രസുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഞാൻ CPM സൈബർ സേനയോട് പറഞ്ഞു നിങ്ങൾ അതൊന്ന് പുറത്തുവിടും. ഏതാണെങ്കിലും ഒരു ക്യാമ്പസിൽ പഠിക്കുന്ന ഒരു KSUക്കാരൻ പ്രവർത്തകനോ വിദ്യാർത്ഥിയായാൽ അറ്റ്ലീസ്റ്റ് ഒരു പരിപാടിയിലെങ്കിലും പങ്കെടുക്കില്ലേ? ഇനി അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു നേതാവിൻ്റെ കൂടെ ഒരു ചിത്രം എടുക്കില്ലേ? അവൻ എന്തെങ്കിലും KSUമായി ഒരു കുലബന്ധമെങ്കിലും ഉണ്ടാവില്ലേ? ചുമ്മാ ഇങ്ങനെ വന്ന് ഈ പച്ച നുണ ഗീബൽസ്യൻ തന്ത്രം പോലെ അവൻ KSUക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലേ എന്തെങ്കിലും ശരിയാവും? സ്വന്തം പാർട്ടിയിലെ സഞ്ജീവിന്റെ അഭിപ്രായ വ്യത്യാസവും അദ്ദേഹത്തിന് ഒരു തെളിവുമുണ്ട് എന്നാണ് സഞ്ജീവ് ഞാൻ നിലവിൽ മനസ്സിലാക്കുന്നത്. സഞ്ജീവ് എന്തെങ്കിലും പറയാനുണ്ടോ? KSUമായി ഈ പറയുന്ന ആകാശിന് ബന്ധമുണ്ട് എന്ന് നേരിട്ട് തെളിയിക്കാൻ കഴിയുന്നത്? ബഹുമാനപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ശിഷ്യഗണത്തിൽപ്പെട്ട KSU നേതാവായിട്ടുള്ള ആദിൽ നിഷാൻ KH. അപ്പൊ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മാധുവിന് അയച്ചിട്ടുണ്ട്. KSUവിന്റെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് കഴിഞ്ഞ വർഷം മത്സരിച്ച കുട്ടി, ആ കുട്ടി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ പറഞ്ഞ ആകാശ് KSUവിന്റെ നേതാവാണ്, ഞങ്ങളുടെ നേതാവാണ്, ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഇത് അയാളുടെ പ്രസ് മീറ്റ് നിങ്ങൾ കണ്ടായിരുന്നല്ലോ, നിങ്ങൾ എല്ലാവരും വൈത്താരി പോലെ കൊടുത്തതല്ല. അത് ഞാൻ മാധുവിന്റെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. അതൊന്ന് പ്ലേ ചെയ്യൂ, ഒന്ന് കേട്ടുനോക്കൂ. അയാൾ ആവർത്തിച്ചു പറയുന്നുണ്ട് നിങ്ങൾ ഈ പറഞ്ഞ ഈ 2 കിലോ കഞ്ചാവ് പിടിച്ച പ്രതി KSUവിന്റെ നേതാവാണ്. ഇനി എന്താണ് അഭിപ്രായം പറയാനുള്ളത്? ഇനി എന്താ പറയാനുള്ളത്? വീണ്ടും പറയാനൊന്നും വേണ്ട. ഇനി എന്താ പറയാനുള്ളത്? അതായത് പ്രവർത്തകനായാൽ അറ്റ്ലീസ്റ്റ് KSUവിന്റെ ഒരു ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. KSUവിന്റെ കഴിഞ്ഞ തവണ മത്സരിച്ച പോസ്റ്റർ ഉൾപ്പെടെ ഇവർ പിൻവലിച്ചു. ഇതൊന്നുമില്ല. ഇനി ഏത് പോസ്റ്റർ പിൻവലിച്ചു എന്ന് KSUക്കാരൻ നിങ്ങളുടെ വാട്സപ്പിൽ ആദിലോ നിഷാനോ നിങ്ങളുടെ പോലീസല്ലേ സഞ്ജീവ്? നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ഈ ആദിലിനും നിഷാനും പങ്കുണ്ട്. അല്ല ഞാൻ അതൊന്ന് പ്ലേ ചെയ്യാൻ അനുവദിക്കൂ. അതൊന്ന് പ്ലേ ചെയ്യാൻ അനുവദിക്കൂ. പറയൂ. ഇന്ന് രാവിലെ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ച സമയത്ത് ഈ ആദിൽ പറയുന്നതാണ്, ഞാനാണ് മത്സരിച്ചത്, പക്ഷേ ഞങ്ങളോടൊപ്പം തന്നെ യൂണിറ്റ് ഭാരവാഹിയൊക്കെയായി നിന്ന ആളാണ് ആകാശ് എന്നുള്ളത് ആദിൽ പറയുന്ന കാര്യമാണ്.
യൂണിറ്റ് ഭാരവാഹി അതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ? അല്ല മാധു കേട്ടത് യൂണിറ്റ് ഭാരവാഹി. ഉത്തരം പറയൂ. ഓ പറഞ്ഞിട്ടുണ്ടെന്നേ വെറുതെ ഉരുളല്ലേ. ഒരു തെരഞ്ഞെടുപ്പിൽ അയാൾ മത്സരിച്ചു, അയാളുടെ കൂടെ നിന്നുകൊണ്ട് അയാൾ KSUകാരനാണെന്നോ? ഞാൻ ഇപ്പോഴും പറയുന്നു, അയാൾ KSU പ്രവർത്തകനാണെങ്കിൽ അയാൾ KSUവിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ KSUവിന്റെ ഒരു നേതാവിന്റെ ഒപ്പമുള്ള ചിത്രമോ KSUവിന്റെ ഒരു പരിപാടിയിൽ വിമർശനം ഉന്നയിച്ച പിന്നീട് യൂട്ടേൺ എടുത്തു. ജനറൽ സെക്രട്ടറി യൂണിയൻ ജനറൽ തങ്കപ്പെട്ട സ്വഭാവമുള്ളവരാണ്. ആദിലും നിഷാനും പ്രതികളാണെങ്കിൽ പിടിക്കുന്നേ. നിങ്ങളുടെ പോലീസിന്റെ കയ്യിലിരിക്കുന്ന പിണറായി വിജയന്റെ പോലീസ് അത്രമാത്രം ദുർബലരാണോ? ആദിലും നിഷാനും ഇതിനകത്ത് നിങ്ങൾ പിടിക്കുക. നിങ്ങൾ പിടിച്ചോ, ആർക്കൊണ്ട് ചെയ്തം? ഞങ്ങൾ ഒരുത്തരെ ഇങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടി മാധ്യമത്തിന്റെ മുമ്പിൽ ബന്ധമുണ്ടെങ്കിൽ പിടിച്ചോളൂ എന്ന നിലയ്ക്ക് അല്ല എന്ന നിലയ്ക്കും അതിനൊന്ന് ലഘൂകരിച്ചിട്ടുണ്ടോ? KSUമായി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് ബന്ധമുണ്ടെങ്കിൽ പിടിച്ചോളൂ എന്ന നിലയ്ക്കായിട്ടുണ്ടോ? അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറയുന്നത് മൊത്തം കേട്ടോളൂ. ഒന്ന്, ഈ പറയുന്ന ആകാശ് എന്ന് പറയുന്നവന് ഒരു ബന്ധവും KSUവുമായിട്ടില്ല. അതിന് കാരണം നിങ്ങൾക്ക് ഇപ്പോഴും ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ആകാശുമായി ബന്ധപ്പെട്ട പരിപാടിയുടെയോ ആകാശ് നേതാക്കന്മാരുടെ ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തുവിടാം. പിന്നെ ഇവർ ഇപ്പോൾ പറയുന്ന ആദിൽ നിഷാൻ എന്ന് പറയുന്ന രണ്ട് ആളുടെ കാര്യം പറഞ്ഞു. അതിലൊരാൾ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് മത്സരിച്ചതാണ്. ഇനി അവന് ഇതിനകത്ത് ബന്ധമുണ്ട് എന്നാണ് SFIക്കാരൻ പറയുന്നത്. അവൻ ഓടി ഒളിച്ചു എന്നാണ് പറയുന്നത്. അവൻ ഓടി ഒളിച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്. എന്തുമായിക്കൊള്ളട്ടെ, ഇനി അയാൾക്ക് ഇതിനകത്ത് ബന്ധം ഉണ്ടെങ്കിൽ, ഈ ആദിലിനും നിഷാനും ബന്ധമുണ്ടെങ്കിൽ പോലീസ് പിടിച്ചോട്ടെ. ഞങ്ങൾക്ക് എന്നാ ചെയ്തുള്ളത്? ഞങ്ങൾ ആരെങ്കിലും ഇവിടെ സംരക്ഷിക്കാൻ വരുന്നുണ്ടോ? ഇതുപോലെ ഒരു ഉളുപ്പുമില്ലാതെ ഒരു ചാനൽ ചർച്ച വന്നിട്ട് ഞങ്ങളുടെ പ്രവർത്തകന് ജാഗ്രത കുറവുണ്ടായി, അവന്റെ മുറിയിൽ നിന്ന് പിടിച്ചത് അവൻ ഉപയോഗിക്കാനല്ല, അത് മറ്റാരോ ഉപയോഗിക്കാനായിരുന്നു, അവൻ ഇത് ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്നൊന്നും പറയേണ്ട ഗതികേട് ഞങ്ങൾക്കില്ലാതെ പറഞ്ഞേ. അതായത് സഞ്ജീവ് കേട്ടോ, മാധു കേട്ടല്ലോ, ഇതാണ് ഇവരുടെ നിലപാട്. അതൊക്കെ സാമാന്യ കാര്യമാണെന്നും എന്റെ മകൻ കഞ്ചാവ് വലിച്ചിട്ടില്ല, കഞ്ചാവ് വലിക്കുന്നവരുടെ കൂടെ ഇരുന്നാണെന്നൊന്നും പറഞ്ഞ് ഉളുപ്പില്ലാതെ ന്യായീകരിക്കാൻ ഞങ്ങൾ ആരും വരില്ല. ഇപ്പൊ സഞ്ജയ് പോലെ ഒരു SFIക്കാരനെ ന്യായീകരിക്കേണ്ട ഗതികേട് പോലീസ് പിടിക്കട്ടെ. സഞ്ജീവിന് അതിലൊരു ആരോപണം ഉന്നയിക്കാനുണ്ട്. എന്താണ് സഞ്ജീവ്? നിങ്ങൾ പറഞ്ഞത് വ്യക്തമാണ്. അല്ല, ഇതില് കൃത്യമായും അബിൻ വർക്കി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങളുടെ ഈ നേതാക്കന്മാർക്ക് ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് പിടിച്ചോന്ന്. ഇപ്പൊ 2 കിലോവുമായി ബന്ധപ്പെട്ട് അത് പൂർണ്ണമായി ഓൺ ചെയ്തുകൊണ്ടാണ് അമീൻ വർക്കി ഇപ്പോ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞില്ല, ആദിൽ നിഷാൻ എന്ന് പറയുന്ന സഞ്ജീവ് ഇപ്പൊ ഉന്നയിച്ച ചോദ്യം ഏതെങ്കിലും ഒരു നിലപാട് വേണ്ടേ? ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം വീണ്ടും അതിനെ എക്സ്പ്ലെയിൻ ചെയ്തു. ഞാനൊന്ന് പറഞ്ഞു തീർക്കാൻ അനുവദിക്കുന്നേ. KSU ആർട്സ് ക്ലബ് ഞാൻ ചോദിക്കുന്നു, മാധു ഇവിടെ ആദിൽ നിഷാൻ എന്ന് പറയുന്ന KSUവിന്റെ നേതാവിനെ ഇവർ തള്ളുന്നുണ്ടോ? അതാണ് ചോദ്യം. അയാള് ആകാശ് നേതാവാണ്, അയാൾ KSUവിന്റെ പ്രവർത്തകനാണ്. അതാണ് ചോദ്യം. ചോദ്യമാണ്. ഞാൻ പറയാം. ഈ സംസ്ഥാനത്തെ KSUവുമായി ബന്ധമുള്ള ഏതെങ്കിലും ഒരാൾക്ക് ഡ്രഗ്സുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അവരെയൊക്കെ പിടിക്കാനുള്ള പൂർണ്ണ അധികാരം പിണറായി പോലീസിന് ഫ്രീ ഹാൻഡ് കൊടുക്കുന്നു. ഞങ്ങൾ ഒരുത്തനെയും സംരക്ഷിക്കാൻ വരില്ല, ഞങ്ങൾക്ക് ഒരുത്തന്റെയും വക്കാലത്തില്ല, ഞങ്ങൾ ഒരുത്തന്റെയും ജാഗ്രത കുറവ് പരിശോധിക്കാൻ പോകുന്നില്ല. അവനൊന്നും KSUവുമായി മേലാൽ കുലബന്ധം ഉണ്ടാകില്ല. ഇതുപോലെ ചൊണയുണ്ടോ സഞ്ജീവ പറയാൻ?
ആ അഭിരാജ് എന്ന് പറഞ്ഞവൻ നിങ്ങളുടെ ജനറൽ സെക്രട്ടറി അവന്റെ മുറി കൊണ്ടുവന്ന് കഞ്ചാവ് വിൽപ്പന നടത്തി ഉപയോഗിക്കാൻ പറ്റിട്ട് അവന്റെ ജാഗ്രത കുറവുണ്ടാകുമെന്ന് നിങ്ങളെ പോലെ ഉളുപ്പില്ലായ്മയാണോ ഞാൻ പറഞ്ഞത്? ധൈര്യം ഉണ്ടെങ്കിൽ പറ ആ അഭിരാജിനെ പുറത്താക്ക്, അഭിരാജിനെ പുറത്താക്കില്ല എന്ന് സംസാരിക്കും. ഉളുപ്പില്ലായ്മയല്ലേ ആവശ്യമെങ്കിൽ നടപടിയെടുത്ത് പുറത്താക്കുമെന്ന് പറയുന്നത്. ആ നിങ്ങളെടുത്ത് വേണ്ട കേട്ടോ. നിങ്ങൾ അംഗീകരിച്ചു അബിൻ വർക്കി, നിങ്ങൾ അംഗീകരിച്ചു. അതുകൊണ്ട് എടുക്കേണ്ട നിലപാട് കേരളത്തിലെ പോലീസ് കൊടുത്തോളൂ കേട്ടോ. അവന്റെ ജാഗ്രത കുറവോ, അവന്റെ ജാഗ്രത കുറവോ. ഒരു മിനിറ്റ്, ശ്രീ പി എസ് അഡ്വക്കേറ്റ് അബിൻ വർക്കി പറയുന്നത് ഈ പറയുന്ന 2 കിലോ കഞ്ചാവ് പിടികൂടിയ ആകാശിന് കേസുമായി ഒരു ബന്ധവുമില്ല. അങ്ങനെ ബന്ധമുണ്ട് എന്ന് സർക്കാരിനോ പോലീസിനോ തെളിയിക്കാൻ കഴിയുകയാണ് എങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്തോളൂ, ഞങ്ങൾ ന്യായീകരിക്കാൻ വരില്ല. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ട് എന്ന് തെളിയിക്കപ്പെടുന്ന ആരും ഈ പാർട്ടിയിലോ പ്രസ്ഥാനത്തിലോ ഉണ്ടാകില്ല. ഈ 3 കാര്യങ്ങളാണ് അഡ്വക്കേറ്റ് അബിൻ വർക്കി പറയുന്നത്. തിരിച്ചു ചോദിക്കുന്നത്, അഭിരാജിനെ പോലീസ് എന്തായാലും ഈ കേസിൽ കസ്റ്റഡിയിലെടുത്തല്ലോ. 1 കിലോയ്ക്ക് താഴെ ആയതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു എന്നല്ലേ ഉള്ളൂ. നേരത്തെ ഞാൻ വായിച്ചു കേൾപ്പിച്ചത് ഈ അഭിരാജിനെയും പറയട്ടെ അഭിനയ, ഞാൻ അതല്ലേ ചോദിക്കുന്നത്. ശരി, അപ്പോ അതേ എഫ്ഐആർ കേരള പോലീസ് തന്നെയാണല്ലോ. നിങ്ങൾ തമ്മിൽ ഇത്രയും നേരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതിന്റെ ഇടയ്ക്ക് ഞാൻ ഇടപെട്ടത്, ഞാൻ മിണ്ടിയോ? അപ്പൊ ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. നിങ്ങൾ തമ്മിൽ ഇത്രയും നേരം ഇത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്? അതിനിടയ്ക്കല്ലേ ഞാൻ ഇടപെട്ടത്? അപ്പൊ ഈ പറയുന്ന 9 ഗ്രാം ആയതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു, ഉപയോഗിക്കാനും വിൽപ്പന നടത്താനും എന്ന് ആകാശിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതിയതുപോലെ തന്നെയാണ് എഫ്ഐആറിലും പോലീസ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലീസിൽ വിശ്വാസമുണ്ട്, ഈ പറഞ്ഞ പോലീസിൽ വിശ്വാസമുണ്ട് എങ്കിൽ അഭിരാജിനെ പറഞ്ഞു വിടണ്ടേ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കണ്ടേ എന്നാണ് അബിൻ ചോദിക്കുന്നത്. ഞാൻ നേരത്തെ തൃശ്ശൂരിൽ മാധ്യമങ്ങളെ കണ്ട് വിശദീകരിച്ചല്ലോ എന്ത്. അതിൽ പൂർണ്ണമായിട്ടും അയാളുടെ നിലപാട് നേരത്തെ മാധ്യമങ്ങളുടെ മുന്നോടിയായി പറഞ്ഞു. അയാൾക്ക് ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു മാധ്യമങ്ങൾ നടപടി എടുക്കുമോ? തീർച്ചയായും ആ നടപടി മുന്നോട്ട് പോകുന്ന സംശയം ഇതിലൊക്കെ ഞങ്ങൾ ആരെയും സംരക്ഷിക്കേണ്ടത്. നടപടിക്രമമായിട്ട് മുന്നോട്ട് പോകുന്നല്ലേ പറഞ്ഞത്, ഞാൻ നടപടി എടുക്കുന്നല്ലേ പറഞ്ഞത്. എന്നാ നിങ്ങൾ എന്താ പറയുന്നത്? പിന്നെ അല്ല, ഞങ്ങൾ കഞ്ചാവ് വിൽപ്പന നടക്കുന്നതുമായി ബന്ധപ്പെട്ടൊന്നല്ല, കഞ്ചാവ് വിൽപ്പനയുമായി ബന്ധപ്പെട്ടൊന്നല്ല പറയുന്നത്. ഏകപക്ഷീയമായിട്ട് പോകേണ്ട എന്നാണ് സഞ്ജീവ് പറയുന്നത്. അല്ലല്ല സഞ്ജീവ് ജാഗ്രത കുറവ് സംഭവിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടാണ് അബിനത് പറഞ്ഞത്. അല്ലല്ല, ഇതിനകത്ത് എഫ്ഐആറിൽ എഴുതി വെച്ചിരിക്കുന്നത് പ്രതികൾ ഉപയോഗത്തിന് വിൽപ്പനയ്ക്കുമായി എന്നാണ്. അപ്പൊ എങ്ങനെയാണ് സഞ്ജീവ് അത് വിൽപ്പനയ്ക്കല്ല എന്ന് ന്യായീകരിക്കുന്നത്? അല്ല, ഞാൻ വിൽപ്പനയുടെ കാര്യവും മറ്റൊന്നിലേക്ക് ഞാൻ പോയിട്ടില്ല. ഞാൻ ഇപ്പോഴും ആവർത്തിച്ചു പറയുന്നു, നേരത്തെ ഞങ്ങൾ ആലോചിച്ചോളാം. നിങ്ങൾ വെറുതെ ആവശ്യത്തിന് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു. മാധു ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു, നേരത്തെ പറഞ്ഞു ഞങ്ങൾ നടപടിയുമായി മുന്നോട്ട്. ഞാൻ മറുപടി പറയാൻ വിടുന്നേ, ഇദ്ദേഹം മറുപടി പോലും പറയാൻ വിടുന്നില്ല. പിന്നെ അങ്ങനെ ഞങ്ങൾ ഈ ഡിബേറ്റ് മുന്നോട്ട് കൊണ്ടുപോകും? ഒരു മറുപടി പറയാൻ വിടണ്ടേ? ഇങ്ങനെയാണോ ഒരു ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ഞാൻ ആവർത്തിച്ച് പറയുന്നു, നടപടിയെടുത്ത് മുന്നോട്ട് പോകേണ്ട കാര്യമാണ്. ഞങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞല്ലോ. അതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അതല്ലേ ജാഗ്രത കുറവെന്ന് പറഞ്ഞാൽ. അതിലെന്താ വേറെ വാക്യം, എന്താ പ്രശ്നമുണ്ടോ? എന്താ ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെയാണോ കാര്യങ്ങളെ? അതിൽ ജാഗ്രത കുറവാണോ? വിൽപ്പനയ്ക്ക് വെച്ചവന് ജാഗ്രത കുറവാണോ? വിൽപ്പനയ്ക്ക് വെച്ചവൻ ജാഗ്രത കുറവോ? എന്താ അവൻ പിടിക്കാതിരിക്കാനുള്ള ജാഗ്രത കുറവാണോ ഉണ്ടായത്? പോലീസ് പിടിക്കാതിരിക്കാനുള്ള ജാഗ്രത കുറവാണോ ഉണ്ടായത്? വിൽപ്പനയ്ക്ക് വെച്ചവൻ ജാഗ്രത കുറവോ? വിൽപ്പനയ്ക്ക് വെച്ചവൻ വിൽപ്പനക്കാരനാണ്, അവൻ രാജ്യദ്രോഹിയാണ്, അവൻ ജാഗ്രത കുറവാണെന്നാണോ പറയുന്നത്? അവൻ കഞ്ചാവ് കൊടുത്തുകാരനാണ്, കഞ്ചാവ് വിൽപ്പനക്കാരനാണ്, അവൻ അങ്ങനെ പറയണം. അല്ല, ജാഗ്രത കുറവല്ല. SFIക്ക് ജാഗ്രത കുറവോ? സഞ്ജീവ്, അവൻ കഞ്ചാവ് വിൽപ്പനക്കാരനാണ്. അബിൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, സഞ്ജീവ് പറയട്ടെ. ഇനി കുറെ ശബ്ദമുണ്ടാക്കി ഈ ഷൗട്ടിംഗ് ആയിട്ട് കുറെ കാര്യങ്ങൾ സംസാരിച്ചാൽ അത് ശരിയാകുമെന്നുള്ള നിലയിലേക്കല്ല. ഞാൻ ഇവിടെ കൃത്യമായി എൻ്റെ സംഘടനയുടെ നിലപാട് പറയാനാണ് വന്നത്. നേരത്തെ ഇവിടെ ഇന്ന് ഉച്ചയ്ക്ക് സംഭവിച്ചിട്ടുള്ളതുപോലെ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന ലഹരി വേട്ടയ്ക്ക് കൃത്യമായി നടന്നിട്ടുള്ള അതിൻ്റെ ഭാഗമായി ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു പ്രശ്നമുണ്ടായി. ഞങ്ങൾ അതിൽ കൃത്യമായി നിലപാട് പറഞ്ഞു. ആ ബന്ധപ്പെട്ട ആൾക്കെതിരെ ഞങ്ങൾ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ.
തൃശ്ശൂർ വെച്ച് ഞാൻ എൻ്റെ നിലപാട് പറഞ്ഞാണല്ലോ. ഇതേ തൃശ്ശൂർ നഗരത്തിൽ ഞാൻ ഇരിക്കുകയല്ലേ. അപ്പോൾ ഇതിനെയൊക്കെ ഇവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ കമ്മിറ്റ്മെന്റ് ഈ വിഷയത്തിൽ എന്തൊക്കെയാണെന്ന് അറിയാം. എന്നിട്ട് KSU ആണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഈ നിമിഷം വരെയായി വ്യക്തത പറയാതെ KSU ആണ് എന്ന് 100% ഉറപ്പുള്ള ഒരു കാര്യത്തെക്കുറിച്ചിട്ട് അബിൻ വർക്കി ഇവിടെ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതിനെ ഓൺ ചെയ്യുകയല്ലേ ചെയ്തിരുന്നത്. എന്നിട്ട് ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്നു. കേരളത്തിലെമ്പാടും ഇന്ന് രാവിലെ തൊട്ട് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഈ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാവിലെ SFIക്കെതിരെ സ്റ്റേറ്റ്മെന്റ് നടത്തി. ഉച്ചയ്ക്ക് ശേഷം നേരെ അയാൾ U-turn നടത്തി. എന്താ U-turnന് കാരണം? KSUവിന്റെ നേതാവ് പിടിക്കപ്പെട്ടു എന്ന ഒറ്റ കാരണം കൊണ്ട് അലോഷ്യസ് സേവർ പറഞ്ഞില്ലേ ഇതിൽ രാഷ്ട്രീയമില്ല. ആ രാഷ്ട്രീയമില്ലാത്ത നിലപാടിൽ ഞങ്ങൾക്ക് ഒരു കക്ഷി രാഷ്ട്രീയവും ഇല്ല. SFIയോ KSU ആരും ആവട്ടെ അയാൾ അറസ്റ്റ് ചെയ്യപ്പെടണം. ആ നിലപാടിനോടൊപ്പം എന്താ പറയാനുള്ളത്? കാരണം എന്താ? പിടിക്കപ്പെട്ടത് KSU ഉൾപ്പെടെയുള്ള നേതാവ്. പിന്നെ അബിൻ പ്രതിഷേധം ഉയർത്തിയതും ആവർത്തിച്ച് ചോദിച്ചതുമായ ഒരു കാര്യം എന്ന് പറയുന്നത് കഞ്ചാവ് വിൽപ്പനയ്ക്കും ഉപയോഗത്തിനും ഹോസ്റ്റലിൽ സൂക്ഷിക്കുന്നത് ജാഗ്രത കുറവാണോ എന്നുള്ളതാണ്. തോന്നിയവാസം എന്ന് പറയാനുള്ള ആർജവം നമുക്കൊക്കെ വേണ്ടേ എന്നുള്ളതല്ലേ? രാജ്യദ്രോഹി തെറ്റൽ ജാഗ്രത കുറവും തെറ്റും ആദിൽ നിഷാൻ ഇവരൊക്കെ ഉണ്ട്. ആകാശ് ആദിൽ നിഷാൻ ഉൾപ്പെടെയുള്ളവരൊക്കെ അതിന്റെ ഭാഗമാണ്. അവരൊക്കെ ഇതാണ് ആളുകളൊക്കെ അതിന്റെ ഭാഗമാണ്. അറസ്റ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ എന്ത് പറയും? അറസ്റ്റ് ചെയ്യും, ജയിലിലടക്കും എന്ന് പറയും. ആർക്ക് ചെയ്തെന്നോ? നിങ്ങളുടെ നേതാവ് ഞാൻ ഇപ്പോഴും പറയുന്നു, കണക്കിന് കഞ്ചാവ് സൂക്ഷിച്ചവരെ ഉപയോഗത്തിന് മാത്രമുള്ള കഞ്ചാവാക്കി കുറച്ച് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് തൊട്ട് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടിയെടുത്ത് പുറത്താക്കുമെന്നുള്ളതാണ് അവകാശം. മറ്റതിഥികൾ കൂടിയുണ്ട്. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. മറ്റതിഥികളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. തിരികെ സ്വാഗതം. ചർച്ചയിലേക്ക് ശ്രീ സുരേഷ് സുബ്രഹ്മണ്യം. ഇപ്പോൾ കുട്ടികളെ സ്കൂളിലേക്ക് അല്ലെങ്കിൽ കോളേജിലേക്കൊക്കെ പഠിക്കാൻ വിടുന്നത്, അവരെ ഹോസ്റ്റൽ നിർത്തി പഠിപ്പിക്കുന്നത് പഠിക്കാനുള്ള കൂടുതൽ സൗകര്യവും സാഹചര്യവും പരിസരവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ കേരളത്തിലെ ഒരു ക്യാമ്പസിൽ, അതും കളമശ്ശേരി പോളിടെക്നിക് പോലെ ചരിത്രമുള്ള ഒരു ക്യാമ്പസിൽ വെച്ച്, അതിൻ്റെ ഹോസ്റ്റലിൽ വെച്ച് ഇത്രയധികം കഞ്ചാവ് വേട്ട നടക്കുന്നു. പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് മുൻപും പല ക്യാമ്പസുകളിലൊക്കെ ഉണ്ടായതുപോലെ ചെറിയ തോതിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ ഞങ്ങളിത് ചർച്ച ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ്. എന്തൊരു തരം ലഘൂകരണമാണ്. ക്യാമ്പസിൽ കഞ്ചാവിൻ്റെ ഒരു തരി കണ്ടെത്തിയാൽ അത് നിയമത്തിന് മുന്നിൽ പരിശോധിക്കപ്പെടണമെന്നൊരു ആർജവം. ഇനി അവിടെ ഒരു തരിമ്പ് പോലും ഉണ്ടാവരുത് എന്ന നിർബന്ധ ബുദ്ധി വേണ്ടേ? ശ്രീ സുരേഷ് സുബ്രഹ്മണ്യം, അങ്ങേക്ക് കേൾക്കാമോ? പറയൂ. കേൾക്കാം. കോളേജിലെ പുതിയ പ്രിൻസിപ്പാൾ ചാർജ് എടുത്തിട്ട് ഒരു വർഷമായിട്ടേ ഉള്ളൂ. അദ്ദേഹം കോളേജിൻ്റെ എല്ലാ വികസന കാര്യങ്ങളിലും നല്ല സജീവമായി പ്രവർത്തിക്കുകയും കുട്ടികൾക്ക് പ്ലേസ്മെൻറ്റ് സൗകര്യങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്താനുള്ള വളരെ ക്രിയേറ്റീവായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നല്ല മികച്ചൊരു പ്രിൻസിപ്പാളാണ് അദ്ദേഹം. ഈ PTA കമ്മിറ്റി അധികാരമേറ്റത് മുതൽ തന്നെ കോളേജിലെ ഇത്തരം ലഹരിയോടുള്ള സാമീപ്യം ഒഴിവാക്കാൻ വേണ്ടിയുള്ള വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. PTA എക്സിക്യൂട്ടീവിൻ്റെ ജാഗ്രതാ സമിതി രൂപീകരിച്ചു. കോളേജിലെ പ്രശ്നങ്ങൾ പ്രത്യേകം പരിഹരിക്കാനുള്ള നല്ല ജാഗ്രത ഉണ്ടാകണം. എല്ലാ PTA അംഗങ്ങളുടെയും പ്രവർത്തനവും ഒക്കെ ആഹ്വാനം ചെയ്തു. ഞങ്ങളൊക്കെ കോളേജിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശിച്ചു. ആളൊഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കി ഒരു വേള എല്ലാ ക്ലാസ് മുറികളിലും എല്ലാ സ്ഥലത്തും സന്ദർശിച്ചു. ഞങ്ങൾക്ക് ചില പരിമിതികളുണ്ടെങ്കിൽ പോലും വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ വേണ്ടിയാണ് ആ വിദ്യാലയം നല്ല രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം 3 അക്രഡിറ്റേഷൻ നേടി ഇന്ത്യയിലെ, എനിക്കൊന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച സർക്കാർ വിദ്യാലയമാണ്. സാധാരണക്കാരുടെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണ്. ഞങ്ങൾ രക്ഷിതാക്കളുടെ ഭാഗത്തുള്ള ഏറ്റവും വലിയ പ്രയാസം കേരളീയ സമൂഹത്തിലെ യുവാക്കൾ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ എങ്ങോട്ട് പോകും? അവരുടെ ക്രിയേറ്റിവിറ്റി, സർഗാത്മകത, ഭാവി വളർച്ച, അതൊക്കെയാണ് ഞങ്ങളുടെ ആശങ്കകൾ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എല്ലാ വിദ്യാർത്ഥി സംഘടനകളും സർഗാത്മകമായ ക്രിയേറ്റീവായ നടപടികളെടുത്ത്
ഇതിലേക്ക് കുട്ടികളിൽ നിന്നും വേർതിരിപ്പിക്കുന്ന രീതിയിലുള്ള പുതിയ പദ്ധതികൾ കൂടി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആവിഷ്കരിച്ച് നടപ്പാക്കണം. അങ്ങ് പറയുന്ന കാര്യങ്ങൾ ഞാൻ വളരെ ബഹുമാനത്തോടെ കേൾക്കുന്നു. നിങ്ങൾ എടുത്തിട്ടുള്ള എഫോർട്ട് ഞാൻ വളരെ ബഹുമാനത്തോടെ നോക്കിക്കാണുകയും ചെയ്യുന്നു. പക്ഷെ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കുന്ന ഒരിടത്ത് ഒരു രാത്രി പോലീസ് കയറുമ്പോൾ കിട്ടുന്നത് കിലോ കണക്കിന് കഞ്ചാവാണ്. അപ്പോൾ പിന്നെ ഈ പറയുന്ന ക്യാമ്പസുകളിൽ, ഈ പറയുന്ന ഹോസ്റ്റലുകളിലൊക്കെ ഒരു നിരീക്ഷണ സംവിധാനമുണ്ട് എന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗവർണറെ കണ്ടിട്ട് VC അടക്കം എല്ലാ VC-മാരും ഒക്കെ കണ്ടതിന് ശേഷം എടുത്ത തീരുമാനം AI സംവിധാനം അടക്കം ഉപയോഗിച്ച് നമ്മുടെ ക്യാമ്പസുകളിൽ ലഹരി വിമുക്ത പരിപാടികൾ വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെയാണ്. AI ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പോലീസ് കയറിയിട്ടുണ്ടെങ്കിൽ കിലോ കണക്കിന് കഞ്ചാവും കുപ്പിയും അതിന് അളക്കുന്ന ത്രാസും ഒക്കെ കണ്ടുപിടിക്കാൻ കഴിയുന്ന അവസ്ഥയിലാണ് നമ്മൾ ഈ അക്രഡിറ്റേഷൻ കിട്ടുന്നതും റാങ്ക് കിട്ടുന്നതും ഒക്കെ വലിയ തോതിൽ ഘോഷിക്കുന്നത്. അത് മാത്രമല്ല, ഒരു കോളേജിലും ഇത്തരം സംഭവങ്ങൾ നടന്നുകൂടാത്തതാണ്. 1400 വിദ്യാർത്ഥികളാണ് ഈ വിദ്യാലയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ധാരാളം വിദ്യാർത്ഥികൾ മിടുക്കരായ രീതിയിൽ പല വിദ്യാലയങ്ങളിൽ നിന്ന് വന്നവരാണ്. അവരുടെ ഭാവി സുരക്ഷിതമാക്കേണ്ടതുണ്ട്. നമ്മുടെ ആധുനിക കലാലയങ്ങളിൽ പഠിക്കുന്ന യുവസമൂഹം മുഴുവൻ ഈ തരത്തിലേക്ക് പോകുന്നത് വളരെ ആശങ്കയോടുകൂടിയാണ് രക്ഷിതാക്കളായ ഞങ്ങൾ കാണുന്നത്. കോളേജിലെ പരമാവധി കഴിയാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. CCTV-കൾ പല സ്ഥലത്തുമുണ്ട്. മാത്രമല്ല, പോലീസിൽ പ്രത്യേക പരാതി പ്രിൻസിപ്പൽ നേരത്തെ കൊടുത്തിരുന്നു. ഓരോ കുട്ടിയെയും പ്രശ്നങ്ങൾ കണ്ടെത്തുമ്പോൾ നേരത്തെ തന്നെ പോലീസിന് പരാതി കൊടുത്തിരുന്നു. ആ രീതിയിൽ പോലീസും എക്സൈസ് വിഭാഗവും സന്ദർശിക്കാറുണ്ടായിരുന്നു. പ്രത്യേക ബോധവൽക്കരണത്തിന് എക്സൈസിൻ്റെ ഒക്കെ ആളുകൾ വന്ന് പരിശീലനവും ഒക്കെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ഞങ്ങളെയൊക്കെ ഞെട്ടിക്കുന്ന രീതിയിലാണ് ഇത് സംഭവിച്ചത്. 1400 വിദ്യാർത്ഥികളിൽപ്പെട്ട ആരെങ്കിലും സ്വകാര്യ ഭാഗങ്ങളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ശരീരത്തിൻ്റെ ഭാഗങ്ങളിലോ എന്തെങ്കിലും കടത്തിക്കൊണ്ടുപോയാൽ അധ്യാപകർക്കോ ഒരുപക്ഷെ മറ്റുള്ളവർക്കോ ഒരു പരിധിയിലപ്പുറം കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ ഇത്രയും വലിയ അളവിൽ കണ്ടെത്തിയെന്ന് പറയുന്നത് ഞങ്ങൾ ഞെട്ടലോട് കൂടിയാണ് കേട്ടത്. ഞങ്ങൾ എല്ലാ രക്ഷിതാക്കളും അല്ല, അങ്ങേക്കും അത് മനസ്സിലാവുന്നതാണ്. ഒരു വസ്തു ഒരു സ്ഥലത്ത് എത്തണമെങ്കിൽ ആ സ്ഥലത്ത് അതിന് ആവശ്യക്കാരുണ്ട് എന്നതാണ് അതിൻ്റെ പച്ച മലയാളം. അങ്ങനെ ആവശ്യക്കാരായി നിൽക്കുന്നവർ, പണം കൊടുത്ത് ഇത് വാങ്ങാൻ തയ്യാറാകുന്നവർ, ഉപയോഗിക്കാൻ തയ്യാറാകുന്നവർ 10, 18, 20 വയസ്സുള്ള നമ്മുടെ കുട്ടികളാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ആശങ്കയേറ്റുന്ന തലം, വശം എന്ന് പറയുന്നത്. കഞ്ചാവ് അവിടെ വിൽക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് വാങ്ങാൻ തയ്യാറായി നിൽക്കുന്നവർ, വിൽക്കാൻ നിൽക്കുന്നവരും വാങ്ങാൻ തയ്യാറായി നിൽക്കുന്നവരും നമ്മുടെ കുട്ടികളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്രമേൽ ജാഗ്രതയോടെ കാണേണ്ടതുണ്ട്. പോലീസിൽ മുൻപ് പരാതി നൽകിയിട്ടുണ്ട്, PTA മീറ്റിംഗ് അടക്കം വിളിച്ചിട്ടുണ്ട്, പലതരത്തിൽ ഇതിനെ തടയാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രിൻസിപ്പൽ അടക്കം അങ്ങടക്കം അവകാശപ്പെടുന്നത്. പക്ഷേ എന്നിട്ടും അതിന് തടയിടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് കൂടി നമ്മൾ ഉത്തരം കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീമതി മുഹ്സിന ഷാജി, ക്യാമ്പസിൽ നടക്കുന്ന അക്രമ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ ഏറെ വ്യാകുലപ്പെട്ട ഒരു കാലം കൂടിയാണ് കടന്നു പോകുന്നത്. നമ്മൾ കോട്ടയം നഴ്സിംഗ് കോളേജിൽ കണ്ടു, ഒരു കുഞ്ഞ് ഉപദ്രവിക്കപ്പെടുന്നു, കിടന്ന് കരയുന്നു, മറ്റുള്ള കുറേ ആളുകൾ ചിരിക്കുന്നു. എത്ര ചർച്ചകളിലാണ് ഞാനത് ആവർത്തിച്ച് പറയുന്നത് എന്ന് എനിക്കറിയില്ല. ആ മാനസികാവസ്ഥ ഉണ്ടാകുന്നത് സാധാരണഗതിയിൽ ഉണ്ടാകുന്നതാണോ, പക കൊണ്ടോ വിദ്വേഷം കൊണ്ടോ വെറുപ്പ് കൊണ്ടോ ഉണ്ടാകുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ അതിന് പരിഹാരം അല്ലെങ്കിൽ അതിനൊരു മറുപടിയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ക്യാമ്പസിൽ നിന്ന് വേട്ടയാടി പിടിച്ച ഇത്രയും അധികം ലഹരി മരുന്നുകൾ കൂടിയാണ്. ഇങ്ങനെ പോയാൽ ഏത് മനഃശാസ്ത്രജ്ഞയ്ക്ക് ഏത് നിയമത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയും വരുന്ന തലമുറയെ? കുസിനെ കേൾക്കാമോ മാം? ഇപ്പോൾ ഈ കേസ് നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മൾ യെസ് കേൾക്കാം. PTA മീറ്റിംഗ് വിളിച്ച കാര്യം പറയുന്നുണ്ട്, ജാഗ്രതാ സമിതി രൂപീകരിച്ച കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ പിടിച്ച വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഈ കഞ്ചാവ് പിടിക്കപ്പെട്ട സമയത്ത് ഓടി രക്ഷപ്പെട്ട വിദ്യാർത്ഥികൾ, എനിക്ക് ഇവരെ പറ്റി അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് സെംബാക്കായി നിൽക്കുന്ന കുട്ടികളും ക്ലാസ്സുകളിൽ റെഗുലറായിട്ട് വരാതിരിക്കുന്ന കുട്ടികളും കൂടെ പഠിക്കുന്നുണ്ടെങ്കിൽ കൂടി ആർക്കും പരിചയമില്ലാത്ത കുട്ടികളൊക്കെ ആണെന്നുള്ളതാണ്. അപ്പോൾ ഒരു ദിവസം കൊണ്ടല്ല 2 കിലോ കഞ്ചാവ് ഒരു സ്ഥലത്തുനിന്ന് പിടിക്കപ്പെടുന്നത്, മറിച്ച് ഒരുപാട് നാളത്തെ ഒരു ചേഞ്ച് ആ കുട്ടികളിൽ ഉണ്ടാവുന്നുണ്ട്. ഇത് സമൂഹത്തിൽ ആർക്കും പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന ചേഞ്ചസുമാണ്. അതിൽ കുറച്ച് വിദ്യാർത്ഥികളെ കണ്ടാൽ തന്നെ നമുക്ക് കഞ്ചാവ് അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണെന്ന് മനസ്സിലാകുമെന്നാണ് ഞാൻ അവിടെ അന്വേഷിച്ച സമയത്ത് എനിക്ക് കുറച്ച് വിദ്യാർത്ഥികളിൽ നിന്ന് അറിയാൻ പറ്റിയത്. അപ്പോൾ ഈ കുട്ടികൾ ക്ലാസ്സിൽ റെഗുലറായിട്ട് ഹാജരാകുന്നില്ലെങ്കിൽ, ഈ കുട്ടികൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ, ഈ കുട്ടികൾ അധ്യാപകരോടുള്ള പെരുമാറ്റത്തിൽ മോശമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ തന്നെ ഇങ്ങനെ കഞ്ചാവ് പിടിച്ചു, ഇപ്പോഴും നമ്മുടെ മനസാക്ഷി അല്ലെങ്കിൽ നമ്മൾ കേരള ജനത എന്തിലാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്? അത് ഏത് പാർട്ടിയിലുള്ള ആളാണ്, അല്ലെങ്കിൽ അത് എവിടെ നിന്ന് വരുന്ന വിദ്യാർത്ഥിയാണ്?
എന്തുകൊണ്ട് ഇങ്ങനെ കുട്ടികൾ കഞ്ചാവിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ കഞ്ചാവ് ലഭിക്കുന്നത്? ഒരു സാധനം ഇപ്പം മാം തന്നെ പറഞ്ഞു, അവിടെ വാങ്ങാൻ ആവശ്യക്കാരുള്ളത് കൊണ്ടാണ് ആ സാധനം അവിടെ എത്തുന്നതെന്ന്. അവിടെ സാധനം എത്തുന്നത് കൊണ്ടും കൂടിയാണ് അവിടെ ആവശ്യക്കാരുണ്ടാകുന്നത്. ആക്സസിബിലിറ്റിയും അവൈലബിലിറ്റി എന്ന് പറയുന്നത് ലഹരിമരുന്നിൻ്റെ കാര്യത്തിൽ, കഞ്ചാവിൻ്റെ കാര്യത്തിൽ, ആൽക്കഹോളിൻ്റെ കാര്യത്തിലൊക്കെ അത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ഉള്ളത് കൊണ്ടാണ്, ഇതിവിടെ ലഭിക്കുന്നത് കൊണ്ടാണ്, അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ടാണ് ആൾക്കാർ ഉപയോഗിക്കേണ്ടത്. ആദ്യമായിട്ട് നമ്മൾ തടുക്കാൻ ശ്രമിക്കേണ്ടത് അതിനെയാണ്. അതിന് ഭരണഘടന നല്ല രീതിയിൽ ഇടപെടേണ്ട ഒരു ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ജാഗ്രതാ സമിതി രൂപീകരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എല്ലാവരും ഒന്ന് ആക്റ്റീവായിട്ട് ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നെറ്റ്വർക്ക് ഒക്കെ ഓൾറെഡി ഫോം ചെയ്തു കഴിഞ്ഞു. അത്രത്തോളം ക്യാമ്പസുകളിൽ കോമൺ ആയി കഴിഞ്ഞു. വളരെ ചെറിയ രീതിയിൽ, ചെറിയ ഗ്രാം രീതിയിലൊക്കെ ഉപയോഗിക്കുന്ന സാധനം 2 കിലോളം അവിടെ നിന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത്രയധികം കുട്ടികൾ അത് അവിടെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിപ്പോ നമുക്കറിയാവുന്നതാണ് മുസ്ലിം, ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്കുള്ളിൽ അത്രയേറെ എഫോർട്ട് ഈ സംവിധാനവും എടുക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ 8 ദിവസത്തിനുള്ളിൽ 3568 റെയ്ഡ് നടത്തിയിട്ടുണ്ട്. 1 കോടിയിലധികം രൂപയുടെ മയക്കുമരുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 554 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത് ഈ വളരെ വിപുലമായ, ഊർജിതമായ, വളരെ എഫോർട്ട് എടുത്തിട്ടുള്ള ഒരു പരിശോധനാ സംവിധാനം ഇവിടെ ആക്റ്റീവായിട്ടുണ്ട്. കാരണം അത്രയധികം കേസുകൾ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ ഈ പറയുന്ന ജാഗ്രതാ സംവിധാനത്തിനപ്പുറത്ത് ഇതൊരു ക്രൈം സീൻ കൂടി രൂപപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെയൊരു ഇത് നിയമവിരുദ്ധമാണ് എന്നറിഞ്ഞിട്ടും ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാലയളവിൽ പഠനം, ജീവിതം, മുന്നോട്ട് പോക്ക്, കുടുംബം, അച്ഛൻ, അമ്മ, ഈ പറയുന്ന വൈകാരിക തലങ്ങളെ മുഴുവനും കവച്ചു വെച്ച് ഇത്രയും വലിയ റിസ്ക് എടുക്കാൻ എങ്ങനെയാണ് കൗമാരത്തിന് തോന്നുന്നത്? കൗമാരം എന്ന് പറയുന്നത് റിസ്ക് എടുക്കുന്ന ഒരു കാലഘട്ടമാണ്. പണ്ട് സ്കൂളിലൊക്കെ നമ്മൾ പുതിയതായിട്ട് നമ്മുടെ സ്കൂളിൻ്റെ അടുത്തുള്ള കടയിൽ ഒരു പുതിയ മിഠായി വന്നു കഴിഞ്ഞാൽ നമ്മൾ പോയി അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അതുപോലെ അത്ര ലാഘവത്തോടെയാണ് ഇന്നത്തെ കൗമാരം ഈ ലഹരിമരുന്നുകൾ ഉപയോഗിക്കുന്നത്. ഈ അടുത്ത് ഞാനൊരു കുട്ടിയെ കൗൺസിൽ ചെയ്ത സമയത്ത് ആ കുട്ടി പറഞ്ഞത്, ട്യൂഷൻ ക്ലാസ്സിലൊരു വിദ്യാർത്ഥി എനിക്ക് കൂള് കൊണ്ടുവന്ന് തന്നു, ഞാൻ കൂളാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് ഉപയോഗിച്ച് നോക്കി. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെൻസറി പെർസെപ്ഷൻസ് മാറുമെന്നോ, ഹലൂസിനേഷൻ ഉണ്ടാകുമെന്നോ, ഭാവി പോകുന്നു ഒന്നും ആ കുട്ടി അപ്പോൾ ആലോചിക്കുന്നില്ല. അതെന്താണെന്ന് ജസ്റ്റ് അറിയണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യത്തെ ഒരു പ്രശ്നം അത് അവൈലബിൾ ആണെന്നുള്ളതാണെന്നുള്ളത്. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്, ഏത് സാഹചര്യത്തിൽ ഇവരിത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. മാനസികമായിട്ട് എല്ലാ പ്രശ്നങ്ങളെയും നേരിടാനുള്ള ഒരു ശക്തിയൊന്നും ഇന്നത്തെ തലമുറയ്ക്കില്ല. അത് മാത്രമല്ല, ഇത് വളരെ പ്രശ്നമുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ ലഹരി വളരെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് എവിടെയാണ് സംസാരിക്കപ്പെടുന്നത്? നമ്മൾ കാണുന്ന സിനിമകളായിക്കോട്ടെ, സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, എല്ലായിടത്തും ഇത് വളരെ ഗ്ലോറിഫൈ ചെയ്യുന്നൊരു കാര്യമാണ്. ഏത് സിനിമകളാണ് ലഹരിക്കെതിരെ സംസാരിക്കുന്നത്? ആകെ ലഹരി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പുകയില ഉപയോഗിക്കുന്ന സമയത്ത് താഴെ എഴുതി കാണിക്കുമെന്നുള്ളതല്ലാതെ നായകനടക്കം വില്ലനടക്കം എല്ലാവരും ഉപയോഗിക്കുന്നത് തന്നെയാണ്. കുട്ടികൾ കാണുമ്പോൾ ഇത് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാർ കാണുമ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, ആ ഒരു ടെമ്പററി ഒരു സുഖം, അത് മാത്രമേ ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ അത് കഴിഞ്ഞ കോൺസിക്വൻസസിനെ പറ്റി ആലോചിച്ചു കൊണ്ടുള്ളൊരു പ്രവർത്തനമൊന്നും അവിടെ സംഭവിക്കുന്നില്ല. ശരി, ഓക്കെ. ശ്രീ PS സഞ്ജീവ്, ഇപ്പോൾ ഇന്ന് എക്സൈസ് മന്ത്രി പറഞ്ഞ ഒരു പ്രതികരണം എന്ന് പറഞ്ഞാൽ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് നേരിടും ഈ ലഹരി വ്യാപനത്തെ എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് രാഷ്ട്രീയ ഭേദമന്യേ കടുത്ത സന്ദേശം നൽകുക എന്ന് പറയുന്നത് യുവജന സംഘടനകളുടെ ഉത്തരവാദിത്തമാണ്. PS സഞ്ജീവിന് അറിയാമല്ലോ, അല്ലെങ്കിൽ PS സഞ്ജീവിന് വ്യക്തിപരമായി അറിയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കടുത്ത സംഘടനാ സംവിധാനമുള്ള, വളരെ കർക്കശമായ രീതിയിൽ സംഘടനാ സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്ന, രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് പോകുന്ന, കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുള്ള സമൂഹമാണ് നമ്മുടേത്. നമ്മുടെ ക്യാമ്പസുകളെല്ലാം അങ്ങനെയാണ്. എല്ലായിടത്തും കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുള്ള നേതാക്കളടക്കം, പ്രവർത്തകരടക്കം കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുള്ള ആളുകളുള്ള ഇടമാണ്. ഇവിടെ എങ്ങനെയാണ് യുവജന പ്രസ്ഥാനങ്ങൾ അറിയാതെ ഇങ്ങനെ ഒരു കാര്യം നടക്കുക? ഒരു ക്യാമ്പസിൽ, ഒരു ഹോസ്റ്റലിൽ ഒരാൾക്ക് വ്യക്തിപരമായി കഞ്ചാവ് കച്ചവടം നടത്തി അതിനാവശ്യക്കാരെ കണ്ടുപിടിച്ച് സംഘടനകളുടെ കണ്ണിൽ പെടാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന സംവിധാനമുണ്ടോ? ഒന്ന്, നമ്മുടെ സമൂഹത്തെക്കുറിച്ച് മാധു പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്, അത് ശരിയാണ്. പക്ഷേ ഈ സമൂഹം ഇന്നത്തെ ക്യാമ്പസുകൾ, പ്രത്യേകിച്ച് ഇന്നിപ്പോൾ പറഞ്ഞ, ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ കൊച്ചു കുട്ടികളൊക്കെ വരുന്ന സ്കൂൾ ക്യാമ്പസുകളിൽ ഉൾപ്പെടെ ഈ രാഷ്ട്രീയ പ്രവർത്തനം സാധ്യമാണോ, അവർക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ധാരണയുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്.
പിന്നെ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ബോധപൂർവമായി അവരുടെ സംസ്ഥാന കമ്മിറ്റിയോ ഏതെങ്കിലും ഒരു ഘടകം, ഒരു സംസ്ഥാന ഘടകമോ ഏതെങ്കിലും ഒരു ഘടകം തീരുമാനിച്ച് ഇത് സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കാനുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് ആരോടെങ്കിലും പറയുമെന്ന്. വിജിലൻസ് സാധ്യമാകുന്നത് യുവജന സംഘടനകളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും അല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവരറിയാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? ഇങ്ങനെ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് സെൻസ് ചെയ്യാൻ കഴിയില്ലേ സംഘടനകൾക്ക്? അല്ല, ചിലതൊന്നും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇത്ര രഹസ്യമായി ചില കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിലൊക്കെ വളരെ ചില ക്യാമ്പസുകളിലൊക്കെ അതിന് കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ചില ക്യാമ്പസുകളിലൊക്കെ അതിന് കഴിയുന്ന രൂപത്തിൽ അവർ അതിനെ ക്രമപ്പെടുത്തി എടുക്കുന്നുണ്ട്. ഇത് ഇത്ര രഹസ്യമായി കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് എത്ര കാലം അവരത് സംഘടിപ്പിച്ചു, എങ്ങനെയാണ് ഇത് ഇതുവരെ പ്രവർത്തിച്ചതെന്നൊന്നും നമുക്കറിയില്ലല്ലോ. ഇന്ന് രാവിലെയാണ് ഇത് ബ്രേക്ക് ചെയ്യപ്പെടുന്നത്. പക്ഷെ എങ്ങനെയൊക്കെ പറഞ്ഞാലും ക്യാമ്പസുകളിൽ ഇത് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ കടന്നു വരുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ശൃംഖല ഇതിനകത്തുണ്ട്. ഇത് അവസാന കണ്ണികളാണ്. ഈ കണ്ണികളിൽ നിന്ന് പുറകോട്ട് പോയി ഇതിന്റെ വേരറക്കുകയാണ് വേണ്ടത് എന്നുള്ള നിലപാട് തന്നെയാണ് ഞങ്ങൾക്ക്. അതിനാവശ്യകരമായിട്ടുള്ള ഇടപെടൽ സാമൂഹ്യപരമായി ഉണ്ടാകണം എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്ന വയലൻസ്, ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്ന ഡ്രഗ് അബ്യൂസ്, അതിൻ്റെ ഉപയോഗം ഒക്കെ ഉണ്ടാകുന്ന ഒരു നാട്ടിൽ നമ്മുടെ സ്കൂൾ കുട്ടികൾ, നേരത്തെ ഒരു 10ാം ക്ലാസ്സുകാരനെ മറ്റൊരു 10ാം ക്ലാസ്സുകാരൻ തലക്കടിച്ച് കൊലപ്പെടുന്ന തരത്തിലേക്ക് കേരളത്തിൽ ഇത് ഉണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ സമൂഹത്തിൽ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കടുത്ത അരാജക സ്വഭാവത്തിന്റെയും അരാഷ്ട്രീയവൽക്കരണത്തിന്റെ ഒരു പ്രശ്നം തന്നെയാണ്. അതിനൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു. എക്സൈസ് മന്ത്രി എം പി രാജേഷ് മാതൃഭൂമി ചർച്ചയിൽ തന്നെ പറയുന്നു, മുൻപ് സംഘടനാ സംവിധാനം അല്ലെങ്കിൽ രാഷ്ട്രീയം കൃത്യമായി പ്രവർത്തിച്ചിരുന്ന സമയത്ത് ഈ വക കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് രാഷ്ട്രീയമാണ് എല്ലാത്തിനും പ്രശ്നം എന്ന രീതിയിൽ ചാപ്പയടിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായി. അപ്പോഴാണ് ലഹരി അടക്കമുള്ള വ്യാപനം ഉണ്ടായത് എന്നുള്ളത്. ഇതിപ്പോ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ കേരളത്തിലെ 2 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, യുവജന സംഘടനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അരാഷ്ട്രീയതയാണ് കാരണമെന്ന് പറഞ്ഞു വെക്കാൻ കഴിയില്ല. രാഷ്ട്രീയ പ്രവർത്തനം കൃത്യമായി നടക്കുന്നയിടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കാൻ തക്ക വിധത്തിൽ ആണ് ഇത് പുരോഗമിക്കുന്നത്. അല്ല മധു, അതിൽ ഞങ്ങൾ കാണുന്നത് കേവലപരമായി ക്യാമ്പസുകളിൽ നിന്ന് തുടങ്ങുന്നതല്ല ഈ സ്വഭാവം എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. സ്കൂൾ കാലം തൊട്ടേ ഒരു കുട്ടി മോൾഡ് ചെയ്യപ്പെടുന്നുണ്ട്. ആ സ്കൂൾ കാലം തൊട്ടേ അവനിലുണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും തിരിച്ചറിയുന്നത്, അവൻ്റെ സാമൂഹ്യ ബന്ധങ്ങൾ തീരുമാനിക്കുന്നത്, അവനിൽ നിന്ന വ്യക്തിയെ ഒരു പരിധിവരെ ഉരുത്തിരിഞ്ഞെടുക്കുന്ന സ്കൂൾ കാലമാണ്. പിന്നീടാണ് കലാലയങ്ങളിലൊക്കെ വരുന്നത്. അപ്പോൾ ഈ കലാലയങ്ങളിൽ എത്തുന്ന വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ സജീവമാകുന്നു. അത് എത്രത്തോളം അളവിൽ അവൻ ഇടപെടുന്നു, അവൻ്റെ രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ അളവെത്ര, ഇതിനൊക്കെ പല ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സൊക്കെ നമുക്ക് പരിശോധിക്കാം. പക്ഷെ ഞാൻ കരുതുന്നില്ല ഇത് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രശ്നം കൊണ്ടുണ്ടാകുന്നത്. അങ്ങനെ ഒരു ചർച്ച ഉണ്ടാക്കുന്നത് ആത്മഹത്യാപരമാവും എന്നാണ് അങ്ങയുടെ ടേക്ക് തന്നെ. അത് ആത്മഹത്യാപരമാവും എന്നാണ് ഞാൻ കരുതുന്നത്. വിദ്യാർത്ഥി സംഘടനകളാണ് ഇപ്പോൾ പ്രശ്നക്കാർ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ആവർത്തിച്ച് വ്യക്തമാക്കാൻ തയ്യാറാണ്. ഇങ്ങനെ ക്യാമ്പസിനുള്ളിൽ പ്രവർത്തനം ഉണ്ടായാൽ അതിൽ പ്രാഥമികമായി സെൻസ് ചെയ്യാൻ കഴിയുന്നത് വിദ്യാർത്ഥി സംഘടനകൾക്കല്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അവിടെ ഇടപെടാൻ കഴിയുന്നത് നിങ്ങൾക്കല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. അതിനെ തെറ്റായി വ്യാഖ്യാനിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ അറിഞ്ഞിട്ടും തിരുത്താത്തൊരു നില പോലും കളമശ്ശേരി പോളിയിലില്ല. ഞങ്ങൾ ഇന്ന് രാവിലെ തൊട്ട്, ഞാൻ വ്യക്തിപരമായി രാവിലെ തൊട്ട് നിങ്ങൾ ഈ പറയുന്ന ആളുകളെ കുറിച്ച് ഞങ്ങളുടെ പ്രവർത്തകനെ ഉൾപ്പെടെ ബന്ധപ്പെട്ട് നിങ്ങൾ പറയുമ്പോൾ രാവിലെ തൊട്ട് ആ പോളിയിൽ ഇതുമായി ബന്ധപ്പെട്ട് മുഴുവൻ കാര്യം അന്വേഷിക്കുമ്പോൾ അങ്ങനെ ഒരു അറിവേ ആ വിദ്യാർത്ഥികൾക്ക് അവിടെയുള്ള പലർക്കും ഇല്ല. ഞങ്ങൾ എറണാകുളം ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അവിടെ പിന്നീടെത്തിയ ഏരിയ ഭാരവാഹി അസന്നിഗ്ധമായി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? അപ്പോൾ അത് കൃത്യമായി അവിടുത്തെ അധ്യാപകർ ഉൾപ്പെടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇതിൽ പല വിദ്യാർത്ഥികളെയും പല ഘട്ടങ്ങളിലായി ഇതിൽ ഇടപെട്ടു പോകുന്ന ഘട്ടങ്ങളിലൊക്കെ ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇത് വന്നിട്ടില്ല. ഈ പറഞ്ഞ വിദ്യാർത്ഥിയുടെ കാര്യം ഉൾപ്പെടെ അങ്ങനെ ഒരു ഇതുവരെ ഞങ്ങൾ അന്ന് കേട്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു സ്ഥിതി ക്യാമ്പസുകളിൽ ഉണ്ടെങ്കിൽ ഇനി ശക്തമായി ഇടപെട്ട് പോകണം. അത് ഏത് വിധേനയാണ് ഇത് ക്യാമ്പസുകളിലേക്ക് എത്തുന്നത് എന്ന് തിരിച്ചറിയുക തന്നെ വേണം. അതിനാവശ്യകരമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കും. അതിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ പരിശോധിക്കും. അതിലൊരു സംശയവും ഞങ്ങൾക്കില്ല. ശരി. അടുത്ത അബിൻ വർക്ക്, ഇനിയിപ്പോ അലോഷി സേവ്യർ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അബിനും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ചെല്ലുന്നു. അവിടെ KSU പ്രവർത്തകർ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാനാണ് ചെന്നത്. അവിടെ ചെന്ന് ബോധ്യപ്പെടുന്നു KSUക്കാരും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇല്ല എന്ന് ബോധ്യപ്പെട്ടു എന്നൊക്കെയാണ് അലോഷി സേവ്യർ പറയുന്നത്. ഈ ഒരു ലഹരി കേസുമായി ബന്ധപ്പെട്ട് ഒരു കേസ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി ഞങ്ങളുടെ പ്രതിനിധികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കേണ്ടി വരുന്നത് ഒരു ആത്മവിശ്വാസക്കുറവല്ലേ അഭിനയ?
ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ശ്രീ അലോഷ്യസ് സേവ്യർ പോയിട്ട് എന്താണ് സംസാരിച്ചത് എന്നുള്ളത് എനിക്കറിയില്ല, കാരണം ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. 2, കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്നലെ കളമശ്ശേരി പോലീസ്, ഞാൻ പോലീസുകാരെ അടച്ചാക്ഷേപിക്കുന്നില്ലല്ലോ ഇവിടെ. കാരണം എന്താ, ഇന്നലെ പോലീസ് വളരെ റിസ്ക് എടുത്താണ് ഈ ഒരു ലഹരി വേട്ട നടത്തിയത്. ഇപ്പോൾ ഇന്നലെ അവർ ആ ഹോസ്റ്റലിൻ്റെ മുകളിലൂടെ കയറി ആരും അറിയാതെ അവിടെ താഴെ ചെന്ന് ഇത് മുഴുവൻ പിടിച്ചെടുത്ത് വീഡിയോയിലാക്കി. ആ വീഡിയോ പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെയൊക്കെ പണി പോകുമായിരുന്നു. എന്തു വന്നാലും ആ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെ ആത്മവിശ്വാസം കെടുത്താൻ ഞാനിവിടെ ഒരുക്കമല്ല. കാരണം അവരിൽ പലരും നല്ല ജോലി ചെയ്തവരാണ്, ഇതിനെ പിടിച്ച് കെട്ടണം എന്ന് തന്നെ വിചാരിച്ചിറങ്ങിയവരാണ്. അതുകൊണ്ട് അതിനെ ഞങ്ങൾ പൂർണ്ണമായ തരത്തിൽ ഓൺ ചെയ്യുകയാണ്. 2, ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ, ഇപ്പോൾ ഈ കളമശ്ശേരി വിഷയത്തിനെ അങ്ങനെ പൊതുവൽക്കരിച്ച് വിടണ്ട. നമുക്ക് പൊതുവായ ചർച്ചകൾ നമുക്ക് വേറെ നടത്താമല്ലോ. ഇതൊരു സ്പെസിഫിക് ഇഷ്യൂവിനെ സംബന്ധിച്ചാണ് ചർച്ച. ഒരു കോളേജ് ക്യാമ്പസിൽ, അതും അതിൻ്റെ ഹോസ്റ്റലിൽ, കാലാകാലങ്ങളായി SFI ഇടിമുറിയാക്കി വെച്ചിരിക്കുന്ന ഹോസ്റ്റലിൽ ഈ 2-3 കിലോ കഞ്ചാവ് കൊണ്ടുവന്ന് അവിടെ ചെറിയ പാക്കുകളിലാക്കി, അതിൽ മദ്യക്കുപ്പികൾ മാത്രമല്ല വാല്യൂ ആഡഡ് കൂടെ ഉണ്ട്, ഇതിന് ഉപയോഗിക്കുന്ന പേപ്പറും കോണ്ടവും വരെ കച്ചവടം നടത്തിയിട്ടുണ്ടെങ്കിൽ SFI മാത്രമുള്ള SFIയുടെ ഏറ്റവും ആധികാരികതയുള്ള, അവർക്ക് ഏറ്റവും അടക്കി വാഴുന്ന ഒരു ക്യാമ്പസ് ഹോസ്റ്റലിൽ നിന്ന് നടന്നിട്ട് SFIയുടെ യൂണിറ്റ് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും ഇവിടെ ആരും വിശ്വസിക്കാൻ പോലുള്ള ഒന്നാമത്തെ കാര്യം. ഇനി 2, ഇവിടുത്തെ PTA ഭാരവാഹി ഉത്തരം പറഞ്ഞാൽ മതി. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ കൊല്ലം ഇതേ കളമശ്ശേരി പോളിയിലെ ഹോസ്റ്റലിൻ്റെ താഴ്ത്ത നിലയിൽ, അവിടെ കേൾവി ശക്തിയില്ലാത്ത കുട്ടികൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് കൊറിയറിൽ മയക്കുമരുന്ന് വരുന്നതുമായി ബന്ധപ്പെട്ട പരാതി വന്നിരുന്നു. ആ പരാതി വന്ന് PTA പരാതി കൊടുത്തിരുന്നു. അന്നത്തെ അവിടുത്തെ SFI നേതാക്കന്മാർക്കെതിരെ പരാതി വന്നിരുന്നു. ആ പരാതി എന്ത് ചെയ്തു എന്നുള്ളതിനെ പറ്റി അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം എന്താ, ഈ കേരളത്തിന്റെ ക്യാമ്പസിന്റെ അകത്ത്, ഇപ്പോൾ ഞാനിവിടെ ആദ്യമേ പറഞ്ഞു, എന്താണ്, കേരളത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും KSUക്കാരനായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ലഹരി കേസ് വന്നാൽ ഞങ്ങൾ ആരും ഒരു ഉളുപ്പുമില്ലാതെ അവനെ ന്യായീകരിക്കാൻ വരില്ല. ഇത് ഞങ്ങളുടെ അസന്നിഗ്ധമായ നിലപാടാണ്. പക്ഷെ ഇവിടെ എന്നാ സംഭവിച്ചത്, ഞാൻ 2 കാര്യം പറയാം. 1, ഒരു MLAയുടെ മകനെ കഞ്ചാവ് കേസിൽ പ്രതിയാക്കി. ആ MLAയുടെ നിലപാടെന്താ, എൻ്റെ മകൻ കഞ്ചാവ് വലിക്കുന്നതിൻ്റെ കൂടെ ഇരുന്നു, ചിലപ്പോൾ അവൻ 2 പഫ് എടുത്തിട്ടുണ്ടാവും, അതിൻ്റെ പേരിൽ അവനെ കുറ്റക്കാരനാക്കേണ്ടതില്ല എന്നുള്ളതാണ്. 2, ഇത് പിടിക്കാൻ പോയ പോലീസ് ഉദ്യോഗസ്ഥനെ 24 മണിക്കൂറിനുള്ളിൽ അവിടെ നിന്ന് സ്ഥലം മാറ്റുന്ന സ്ഥിതിവിശേഷവും നമ്മൾ കണ്ടതാണ്. 3, ഇതിനെപ്പറ്റി ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞത്, പിള്ളേരായാൽ പുകവലിക്കും, ഞാനും ചെറുപ്പത്തിൽ പുകവലിച്ചിട്ടുണ്ടെന്നാണ് ഒരു കഞ്ചാവ് കേസിലെ പ്രതിയെ കുറിച്ച് പറഞ്ഞത്. അപ്പോ കേരളത്തിന്റെ ഭരണകൂടം ഇവിടെ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഇനി 2, ഈ വിഷയത്തിൽ ഞാൻ വീണ്ടും പറഞ്ഞുവല്ലോ, ഞാൻ ആദ്യം പറഞ്ഞതിൽ നിന്ന് മാറ്റമില്ല. പക്ഷേ ഇവിടെ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് നിലപാടെന്താ, ആദ്യത്തെ FIR ശരി, 2ാമത്തെ FIR തെറ്റ്. കാരണം എന്താ, ആകാശിന്റെ കയ്യിൽ നിന്ന് പിടിച്ചത് മുഴുവൻ ശരിയാണ്, പക്ഷേ ഇവരുടെ യൂണിയൻ ജനറൽ സെക്രട്ടറിയായ അഭിരാജിന്റെ കയ്യിൽ നിന്ന് പിടിച്ചത് തെറ്റാണ്. അപ്പൊ പോലീസ് ഒരു കേസിൽ തന്നെ ഒരു ശരിയും ഒരു തെറ്റും ചെയ്തു എന്നാണ് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത്. അതെങ്ങനെയാ ശരിയാ? ഇവിടെ ഞങ്ങൾ പറയുന്നു ഈ 2 FIRഉം ശരിയാണ്. ഞാൻ പറയട്ടെ, എൻ്റെ പൊന്ന് സഞ്ജീവ, ഞാൻ താങ്കൾ സംസാരിച്ചപ്പോൾ മിണ്ടിയില്ല. താങ്കൾ എപ്പോഴാണോ സംസാരിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ മാത്രമേ ഞാൻ ഇന്ററപ്റ്റ് ചെയ്യുള്ളൂ, അല്ലാത്ത പക്ഷേ ഞാൻ ഇന്ററപ്റ്റ് ചെയ്യില്ല. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞത് എന്താ, ജാഗ്രത കുറവെന്ന് വീണ്ടും നിങ്ങൾ പറയുകയാണ്. ഈ ടേമിന്റെ അർത്ഥം എന്താണ്? മാധു പറ, എന്താണ് ജാഗ്രത കുറവ്? ഒരു ലഹരി വിൽപ്പനക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു കഞ്ചാവ് ഹോസ്റ്റൽ മുറിയിൽ കവറിലടിച്ച് വിൽപ്പന ചെയ്യാൻ വെച്ചിരിക്കുന്നവൻ അവിടെ പോലീസ് പിടികൂടിയെങ്കിൽ അത് ജാഗ്രത കുറവാണ് എന്ന് പറയുന്നതിൽ അർത്ഥം എന്താ? എനിക്ക് മനസ്സിലാവുന്നില്ല. അവൻ പോലീസ് വന്നപ്പോ അത് ഒളിപ്പിക്കാൻ ജാഗ്രത കുറവ് കാണിച്ചില്ല എന്നാണോ? അവൻ പോലീസ് വന്നപ്പോ പിടികൂടാതിരിക്കാനുള്ള ജാഗ്രത കാണിച്ചില്ല എന്നാണോ? എന്താണ് ഈ ജാഗ്രത കുറവിന്റെ അർത്ഥം? ലഹരി വിൽപ്പനക്കാരൻ ലഹരി കച്ചവടത്തിന് വേണ്ടി എടുത്തത് ജാഗ്രത കുറവല്ല. അവിടെയാണ് SFIയുടെ ഒരു കപടത ഇരിക്കുന്നത്. കാരണം എന്താ, ഒരു ലഹരി കേസിൽ SFIക്കാരനെ പിടികൂടിയിട്ട് ജാഗ്രത കുറവാണ് എന്ന് പറയുന്നത് ന്യായീകരണമാണ് സഞ്ജീവ്. ഈ സമയമായിട്ട് നടപടി എടുക്കാത്തത് ന്യായീകരണമാണ്. നിങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങളാണ് ഈ ക്യാമ്പസിലെ ലഹരിയുടെ വ്യാപനത്തിന്റെ ഉടമകൾ, നിങ്ങളാണ് ലഹരിയുടെ വ്യാപനത്തിന്റെ കണ്ണികൾ. ഞങ്ങൾ പറയുന്നതിന് കാരണം അതാണ്. ഇതെന്താണ് സഞ്ജീവ, ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇന്ററപ്റ്റ് ചെയ്യുന്നത്? നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇന്ററപ്റ്റ് ചെയ്തില്ല. നിങ്ങൾ എന്നെ ഇന്ററപ്റ്റ് ചെയ്യുന്ന ഞാൻ നിങ്ങൾ ഇന്ററപ്റ്റ് ചെയ്യൂ. ഞാൻ ഒരു ലഹരി കച്ചവടക്കാരൻ ലഹരിയുമായി പിടികൂടിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ജാഗ്രത കുറവാകും? ചോദിക്കുകയും ചെയ്തു.
ഇതൊരു ജാഗ്രത കുറവാണോ ഞാനും ചോദിക്കേണ്ടത്. തോന്നിവാസം എന്നല്ലേ പറയേണ്ടത് എന്ന്. അപ്പോൾ അത് കൂട്ടിച്ചേർത്തു. അത് തോന്നിവാസം എന്നുമല്ല, അത് ക്രിമിനൽ മെന്റാലിറ്റി എന്നും ക്രിമിനൽ സ്വഭാവം എന്നും രാജ്യദ്രോഹമാണ് എന്നുമാണ് അതിനെ വിമർശിക്കുകയും ചെയ്ത് അത് അവിടെ അവസാനിക്കുകയും ചെയ്തതാണ്. അല്ല, ഞങ്ങള് ഒരു ഘട്ടത്തിലും അയാളെ ന്യായീകരിക്കാൻ ഈ സമയം 18 മണിക്കൂറായല്ലോ. അവനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ 18 മണിക്കൂറായി. ഇപ്പോ നിങ്ങൾ SFIയുടെ നേതൃത്വത്തിലും സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലും ലഹരിക്കെതിരെ വ്യാപക പോരാട്ടം നടത്തുന്നു. നേരത്തെ പറഞ്ഞ ഉരുക്കുമുഷ്ടി എന്നൊക്കെയാണ് നമ്മുടെ മന്ത്രിമാരടക്കം പറയുകയും ചെയ്യുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് സ്റ്റേഷൻ ജാമ്യം കിട്ടി എന്നല്ലേ ഉള്ളൂ. ഇതിനകത്ത് ലഹരി വിൽപ്പനയ്ക്കും ഉപയോഗത്തിനുമാണെന്ന് FIR കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് ഇത്രയും സമയത്തിനിടയ്ക്ക് നടപടി എടുക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അബിൻ ചോദിക്കുന്നത്. അതെ, അല്ല, ഞാൻ നേരത്തെ മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞല്ലോ അതിന്റെ നടപടിയുമായി ഒന്നും. ആ നടപടിയിലേക്കാണ് ഞങ്ങൾ കടക്കുന്നത്. ഞങ്ങൾ പറഞ്ഞല്ലോ, എന്നോട് നേരത്തെ ചോദിച്ചപ്പോൾ കൃത്യമായി മാധ്യമങ്ങളോട് പറഞ്ഞല്ലോ ഇത്ര മണിക്കൂറുകൾ നടപടിയുമായി ബന്ധപ്പെട്ട് അയാളുടെ ഭാഗം കൊടുക്കട്ടെ, ഞങ്ങൾ നടപടിയിലേക്ക് പോവാണ്. ഇത് എന്താണ്? അല്ല, ഞാൻ ഇന്ന് രാവിലെ തൊട്ട് ജില്ലാ കമ്മിറ്റി യോഗത്തിലായിരുന്നു എറണാകുളം. അവിടെ ഞങ്ങൾക്ക് ഇല്ലാത്ത ഞാൻ പറഞ്ഞു നിങ്ങളെ പ്രശ്നം എന്താണെന്ന് അറിയോ? നടപടിയാണ് മിസ്റ്റർ. അദ്ദേഹം എന്റെ ചോദ്യത്തിനിടയിൽ ഇടപെട്ടതുകൊണ്ടാണ് ഞാൻ തിരിച്ചിടപെടുന്നത്. അത്രേ ഉള്ളൂ. അങ്ങനെയൊന്നും പറയണ്ട. ഇവിടെ അച്ചക്കള്ളവുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. പച്ചക്കള്ളം ഇവിടെ പറഞ്ഞു. ഇവിടെ ഇടിമുറി ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ പല വിധത്തിൽ കോണ്ടം ഉൾപ്പെടെ വിൽപ്പനക്കാരാണ് SFIക്കാർ എന്ന് പറഞ്ഞു. എന്തെല്ലാം കള്ളങ്ങൾ വിളിച്ചു പറഞ്ഞു. ഒരു മാന്യതയുടെ തരിമുണ്ടോ? ഇയാളൊരു ഉത്തരവാദിത്തപ്പെട്ട ഏത് യൂണിവേഴ്സിറ്റി ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാനല്ലേ വിളിച്ചേർത്തത്? ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് ഇദ്ദേഹം ഇവിടെയാണ് പോയത്. യൂണിവേഴ്സിറ്റി അല്ലല്ലോ വിഷയം. ഇവിടെ ഇതല്ലേ പോളിയല്ലേ, കളമശ്ശേരി പോളിയല്ലേ സാർ? യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലും മഹാരാജാസ് ഹോസ്റ്റലിലും റെയ്ഡ് ഏത് ഹോസ്റ്റല് എവിടെ നിങ്ങൾ നടത്തും? യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലും മഹാരാജാസ് ഹോസ്റ്റലിലും ഇന്നലെ 3 മണിക്ക് ശേഷം വലിയ ബാഗുകളിൽ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നിന്നും മഹാരാജാസ് ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങിപ്പോയവരെ പറ്റി അന്വേഷിക്കണം. അവരുടെ നേതാക്കന്മാരുടെ ശേഷം പുലർച്ചെ 3 മണിക്ക് ശേഷം നടപടിയിലേക്ക് പോകുന്നു എന്നാണ് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. നടപടിയിലേക്ക് പോകുന്നു എന്നുള്ളതിനാണ് സംസ്ഥാന സെക്രട്ടറി ഇടവേള. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ സുരേഷ് സുബ്രഹ്മണ്യം, 2 വർഷം മുമ്പ്, നേരത്തെ അബിൻ അങ്ങ് മറുപടി പറയണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വെച്ചൊരു ആരോപണമാണ്. 2 വർഷം മുമ്പ് അവിടെ കൊറിയറിൽ ലഹരി വസ്തുക്കൾ വരുന്നു എന്നൊരു പരാതി ഉന്നയിക്കപ്പെടുകയും ആ പരാതി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഉയർത്തുകയും പിന്നീട് അത് എങ്ങുമല്ലാതെ പോവുകയും ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ ആവർത്തിച്ച് വ്യാപകമായി ലഹരി വരുന്ന ഒരു ക്യാമ്പസ് ആണ് എന്ന തിരിച്ചറിവ് PTIക്കും കോളേജ് അധികൃതർക്കും ഇതിനു മുൻപ് തന്നെ ഉണ്ടായിട്ടുണ്ടോ? അത്തരൊരു പരാതി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത് അന്വേഷിച്ചിട്ട് പറയേണ്ടി വരും. കാരണം ഞങ്ങളുടെ ഈ കാലയളവിലോ തൊട്ട് മുമ്പിലെ കാലയളവിലോ PTIയുടെ മുമ്പിൽ അത്തരൊരു പരാതി വന്നതായിട്ട് എനിക്കറിവില്ല. ശരി, പെട്ടെന്നൊരു ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയുന്ന തരത്തിലുള്ള എനിക്ക് മുമ്പുള്ള കാലത്തായിരിക്കാം. ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ എനിക്കില്ല. പക്ഷേ ഞങ്ങളെല്ലാവരും നമുക്കറിയാം, കോളേജിന് ഗേറ്റ് അതുപോലെ ചെക്ക് ഗേറ്റൊക്കെ വെച്ച് വളരെ ജാഗ്രതയോട് കൂടിയാണ് സംവിധാനം പുനഃസൃഷ്ടിച്ചത്. വണ്ടികൾ പെട്ടെന്ന് പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിൽ ഗേറ്റ് കീപ്പർ ചെക്ക് ചെയ്തിട്ട് രണ്ടാമത്തെ ചെക്ക് ഗേറ്റും കടന്നിട്ട് മാത്രമേ കോളേജിലേക്ക് വരാൻ പറ്റൂ. അതൊക്കെ വളരെ ശ്രമകരമായ പ്രവർത്തനങ്ങളിലൂടെയാണ് സാർത്ഥകമാക്കി. എല്ലാവരുടെയും സ്വതന്ത്രമായ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ അവിടെ താമസിക്കാൻ വന്നത്. ഞാൻ PTA കുറ്റപ്പെടുത്തുകയല്ല, PTA മറുപടി എങ്ങനെയാണ് പഠിച്ചിറങ്ങി യാതൊരു കുലബന്ധവുമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരിൽ മാത്രം ഹോസ്റ്റലിൽ താമസിക്കാൻ വന്നത്? എങ്ങനെയാണ്? ഹോസ്റ്റലുകളിൽ രാത്രികളിൽ താമസിക്കുന്നവരുടെ കാര്യങ്ങൾ PTIക്ക് മുഴുവൻ അറിയണമെന്നില്ല.
ആരൊക്കെയാണ് 48 പേരങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റലുകളിൽ പുറത്തുനിന്ന് വരുന്നവരുണ്ടോ അല്ലയോ എന്ന് പരിശോധിക്കേണ്ടത്. അല്ല, അതിനൊരു പരിമിതിയുണ്ട്. ഇപ്പോൾ പോലീസ് സംവിധാനം പരിശോധിക്കാൻ പറ്റില്ല. എല്ലാ വിദ്യാർത്ഥികളുടെയും ബാഗ് തുറന്ന് പരിശോധിക്കാൻ കഴിയില്ല. എല്ലാ വിദ്യാർത്ഥികളെയും സ്വകാര്യമായി പരിശോധിക്കാൻ കഴിയില്ല. 1-2 സെക്യൂരിറ്റി ജീവനക്കാർ മാത്രമുള്ള ഒരിടത്ത് എല്ലാ വിദ്യാർത്ഥികളെയും എല്ലാ നേരവും പരിശോധിക്കാൻ കഴിയില്ല ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ചെക്ക് പോയിന്റിലൂടെ അല്ലാതെ പോകാൻ പറ്റില്ലല്ലോ. ശരി, അല്ല എന്നാലും ഇത്രയും അധികം എല്ലാ സമയത്തും പരിശോധിക്കാൻ കഴിയില്ല. പോവുകയും വരികയും എല്ലാം ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികളുടെ ദേഹപരിശോധനയൊന്നും നടത്തി പോകാൻ കഴിയില്ല എന്ന് നമുക്കും അറിയാമല്ലോ. അത് അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. ശ്രീമതി മുസ്തിന ഷാജി, വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ഹോസ്റ്റലിൽ കയറിയതെന്നാണ് ചോദിച്ചത്. ശരി, ശ്രീമതി മുസ്തിന ഷാജി, ഇതിപ്പോ വിദ്യാർത്ഥികളെ നിരന്തരമായി പരിശോധനയ്ക്ക് വിധേയമാക്കാനോ ദേഹപരിശോധന നടത്താനോ അങ്ങനെയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് തന്നെ അവനവൻ പഠിക്കുന്ന ഇടം ജീവിക്കുന്ന ഇടം വലിയ ദുസ്സഹമായി തീരും. പക്ഷെ എന്നാൽ കൃത്യമായി നിയമവിരുദ്ധമായ പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അതിന് ആദ്യമായ ആ സംവിധാനവും ആ ഒരു പ്രതിരോധവും ഉണ്ടാകേണ്ടത് വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെയല്ലേ? അതെ, വിദ്യാർത്ഥികളിൽ നിന്നുണ്ടാകണം. പക്ഷെ ഏറ്റവും വലുതായിട്ട് ഉണ്ടാവേണ്ടത് ഭരണഘടനയിൽ നിന്നാണ്. കാരണം ഡ്രഗിന് KSUSFI എന്നൊന്നുമില്ല. അത് ആരും ഉപയോഗിച്ചാലും ഒരേ എഫക്റ്റ് തന്നെയായിരിക്കും. ബ്രെയിനിൽ ഉണ്ടാകുന്ന എഫക്റ്റും സെൻസറി പെർസെപ്ഷനിൽ ഉണ്ടാകുന്ന എഫക്റ്റും ഹലൂസിനേഷനിൽ ഉണ്ടാകുന്ന എഫക്റ്റും എല്ലാം ഒന്നുതന്നെയാണ്. നമ്മളിപ്പോൾ 1 മണിക്കൂർ ചർച്ച ചെയ്തിട്ടും അതിൽ KSUSFI അല്ലെങ്കിൽ ഏത് ഭരണഘടനയ്ക്ക് കുഴപ്പമുണ്ടെന്നല്ല സർ. ഇതിനെതിരെ പ്രതികരിക്കണമെങ്കിൽ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ സമൂഹവും ടീച്ചേഴ്സും എല്ലാവരും ഒരുമിച്ചുള്ള എല്ലാ പാർട്ടികളും ഒരുമിച്ചുള്ള ഒരാൾ ഇത് ഉപയോഗിച്ച് ഒരാളൊരു കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ അയാൾ ഏത് പാർട്ടിയിലാണെന്ന് തീരുമാനിച്ചിട്ടല്ല നമ്മൾ ശിക്ഷ തീരുമാനിക്കുക. അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥി ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ഏത് സാഹചര്യത്തിലാണ് അത് ഉപയോഗിക്കാൻ തയ്യാറായത്, അല്ലെങ്കിൽ അവനെ അതിലേക്ക് എത്തിച്ച സാഹചര്യം എന്താണെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. സാമൂഹികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകും. പാരന്റിങ്ങിന് ഇതിന് നല്ലൊരു പങ്കുണ്ട്. പാരന്റൽ സൂപ്പർവിഷൻ കിട്ടാത്ത കുട്ടികൾ, അതുപോലെ തന്നെ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള സിംഗിൾ പാരന്റ്സ് ഉള്ള കുട്ടികൾ, ഇവരിലൊക്കെ വളരെ ഹൈ റിസ്ക് ഉണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് തിരിയാനുള്ളത്. മാത്രമല്ല പ്രശ്നകരമായ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് സ്ട്രെസ് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇമോഷൻസ് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾക്ക് അറിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം വിനോദം എന്ന് പറയുന്നത് മദ്യവും മയക്കുമരുന്നും പാർട്ടികളും അല്ലെങ്കിൽ മൊബൈൽ ഫോണും ഒക്കെയാണ്. അതല്ലാതെ പണ്ടത്തെ പോലെ നമ്മളെല്ലാം ചെയ്തിരുന്ന ഹോബീസോ അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങളെ നറുഷയിലൊന്നും ഇവിടെ ഉണ്ടാകുന്നില്ല. ഇത്തരത്തിലൊരു ബിഹേവിയർ വാക്സിനേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ ചെറുപ്പകാലം മുതലേ തുടങ്ങേണ്ടതുണ്ട്. അത് സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ തുടങ്ങേണ്ടതായിട്ടുണ്ട്. പാഠ്യപദ്ധതികളിൽ ഇമോഷൻ റെഗുലേഷൻ സ്കിൽസ്, സ്ട്രെസ് മാനേജ്മെന്റ് സ്കിൽസ്, ഹോബീസ്, ഹെൽത്തി ആയിട്ടുള്ള ഹോബീസ് കൾട്ടിവേറ്റ് ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വേണ്ടതുണ്ട്. അങ്ങനെ ചെയ്ത് പ്രിവെന്റ് ചെയ്താൽ മാത്രമാണ് ഇതിനെ നമുക്ക് മൊത്തമായിട്ട് പരിശോധിക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ കുട്ടികളെ പരിശോധിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ പിടിച്ചെടുക്കുന്നതിലൂടെ ജാഗ്രതയും ഇടപെടലും ഒക്കെ സമൂഹത്തിന്റെ ഒരു ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോഴാണ് ഇതൊന്നും കൊണ്ടും മതിയാകുന്നില്ല എന്ന തരത്തിൽ, ഇതുകൊണ്ടൊന്നും പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എന്ന ഓർമ്മപ്പെടുത്തൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും കളമശ്ശേരി പോളിടെക്നിക്കിൽ ഉണ്ടായ സംഭവം ഞെട്ടിക്കുന്നതാണ്. അതിൽ ഇടപെടേണ്ടത് നിയമപരമായി കൂടിയാണ്. അങ്ങനെയൊന്നും നമ്മുടെ ക്യാമ്പസുകളിൽ ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ മുന്നോട്ടു പോക്കിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം കൂടിയാണ്. ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെയധികം നന്ദി പാലസ്റ്റുകൾക്ക് പ്രേക്ഷകർക്ക്.